ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ഫൈസൽ CA, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരിലേക്കും, വിശേഷിച്ചും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിലേക്കും, അതേപോലെ തന്നെ പാരൻസിലേക്കും സ്റ്റുഡൻസിലേക്കുമൊക്കെ അവരുടെ എംപവർമെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സൗജന്യമായിട്ടുള്ള വെബിനാറുകൾ. ആ വെബിനാറുകളുടെ ഭാഗമായി ഇന്ന് പാരന്റിങ് എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ, സൈക്കോ തെറാപ്പി സെഷനുകൾ ഉണ്ടായിരുന്നു, നാർസിസ്റ്റിക് പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പാരന്റിങ് ഈസ് ആൻ ആർട്ട് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നാളെ ഹൗ ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ആന്റി ഡ്രഗ് ക്ലാസ് ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ ആയിട്ടുള്ള സുമേഷ് സാറ് നയിക്കുന്ന ഒരു പ്രോഗ്രാം നാളെ 7 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കൂളുകളിലും മറ്റൊക്കെ ഒരു ആന്റി ഡ്രഗ് ക്ലാസ് എടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ കാലത്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിലുള്ള സൈക്കോളജിസ്റ്റുകളോ കൗൺസിലേഴ്സോ ട്രെയിനേഴ്സോ ഒക്കെ, അതല്ലെങ്കിൽ ഈവൻ ടീച്ചേഴ്സോ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ ഇതേ സമയത്തല്ല 7 മണിക്കായിരിക്കും നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പാരന്റിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രധാനപ്പെട്ട, ഒരു പക്ഷെ നമ്മളൊന്നും അങ്ങനെ പഠിക്കേണ്ടി വരുന്നില്ല. പാരന്റിങ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരുന്നില്ലല്ലോ. ഒരു പാരന്റ് ആകുന്ന സമയത്ത് എങ്ങനെയാണ് പാരന്റ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതല്ലെങ്കിൽ ആ പാരന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെയായിരിക്കും പലപ്പോഴും ഏതൊരു മനുഷ്യനും പാരന്റ് ആയി തീരുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വേദി എന്ന നിലക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളോട് സംവദിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ യൂനസ് കുരിക്കൽ സാറാണ്. വിംബിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ ഡോക്ടർ സാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഇൻ മാരേജ്, അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കപ്പിൾ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ യൂനസ് സാറാണ്. യൂനസ് സാറ് എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മെറ്റേറ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ യൂനസ് സാറ് ഇന്ന് പാരന്റിങ് ഈസ് ആൻ ആർട്ട് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സംവദിക്കും. പൂർണ്ണമായിട്ടും നിങ്ങൾ ശ്രവിക്കുക. അതേപോലെ തന്നെ അവസാന സമയത്ത് ചോദ്യോത്തര സെഷൻ കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഉള്ള സ്വാഗതം അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനസ് സാറിന് പ്രത്യേകം സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂനസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സാർ. ഒരുപാട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ആദ്യമായിട്ട് കാണുന്നവരും നേരത്തെ കണ്ടവരൊക്കെ കാണും. നമസ്കാരം സാർ. നമസ്കാരം. നമ്മള് ഒരുപാട് ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ പാരന്റിങ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് പാരന്റിങ്, എന്താണ് പോസിറ്റീവ് പാരന്റിങ്, എന്താണ് ജനറൽ പാരന്റിങ്, അങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും ക്ലാസ്സുകളും
ലെക്ചേഴ്സും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് എവിടേക്കോ നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്. അതെല്ലാം ഉഷാറാണ്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്ന ചില ടോപ്പിക്കുകളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കിന്ന് തുടങ്ങാനുള്ളത്. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയില് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ എന്റെ ക്ലാസ്സുകളിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഞാനായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന സമയത്താണ് എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്കെപ്പോഴാ എന്നെ സ്നേഹിക്കാൻ പറ്റുക? എനിക്ക് എന്റെ കുട്ടികളെ സ്നേഹിക്കണോ? അതിനാദ്യം ഞാൻ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയുമ്പോഴും അവിടെ എനിക്ക് തോന്നുന്നു അതൊന്നും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അത് പൂർണ്ണതയിലേക്ക് എത്താത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റിലേറ്റ് ചെയ്യപ്പെടുന്ന കഥകളൊന്നും നമുക്കതില് കേൾക്കാനില്ല. ഏഹ്. പാരന്റിങ് എന്ന് പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് അത് പാരന്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിന്റെ ശേഷം പാരന്റ് ആകുന്ന സമയത്താണ് അവര് പാരന്റിങ് കിട്ടേണ്ടത്. എന്നാൽ അതുപോലും മനസ്സിലാക്കാത്ത അതിന്റെ ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതുപോലും മനസ്സിലാക്കാതെ കുട്ടികളായി അവരെ നോക്കി പ്രീ നാറ്റലും പോസ്റ്റ് നാറ്റലും ഒക്കെ കഴിഞ്ഞു. അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിലൂടെ 1ഉം 2ഉം 3ഉം കുട്ടികളൊക്കെ ആകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒരുപാട് ട്രോമകള് സെൽഫിലും അതിനുശേഷം കുട്ടികൾക്കും ഒരുപാട് കൊടുത്ത് ഫാമിലിനെ മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റിയിലോട്ട് എത്തിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരിക്കും പാരന്റിങ്ങിനെ പറ്റി നമ്മൾ അന്വേഷിച്ചു തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്ന സംഭവം പാരന്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു ഒരു കേസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു കേസിൽ. അല്ലെ? കെയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. ലവ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത് പറയാം. കെയർ എന്ന് പറയുന്നതാണ് സത്യത്തിൽ നമ്മളൊക്കെ കുട്ടികളോട് ചെയ്യുന്നത്. അല്ലെ? കെയർ എന്ന് പറയുന്നത് സംരക്ഷണം, പ്രൊട്ടക്ഷൻ. നമ്മൾ ഭയങ്കരമായി കുട്ടികളെങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി തന്നെയല്ലേ ജീവിക്കേണ്ടത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. ബട്ട് ആദ്യം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കണം. ഞാനൊന്ന് വിശകലനം ചെയ്യണം. കാരണം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ മക്കളിലേക്ക് എനിക്കൊന്നും കൊടുക്കാനില്ല. ഓക്കെ. അപ്പൊ നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന സമയത്ത് സാധാരണ ഒരു കെയർ അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഓവർ കെയർ ആണ് കൊടുക്കുന്നത്. അല്ലെ? കുട്ടികൾക്ക് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കെയർ കൊടുക്കുക. അപ്പൊ കുട്ടികള് കൂടുതൽ കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? എന്തിനും നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് തുടങ്ങും. ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്യാന്ന് ഞാൻ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഫ്രീഡം കൊടുക്കുന്ന ആളാണ്. എന്നൊക്കെ പറയുമ്പോൾ ഈ ഫ്രീഡം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സാധനമുണ്ട് ല്ലേ? അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട സാധനമല്ല. സെൽഫിൽ ഫീൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പൊ എനിക്ക് സെൽഫിൽ ഫീൽ ചെയ്യാത്തോണ്ടാണ് ഞാൻ മറ്റുള്ളവരെ റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സെൽഫിൽ ഇതുവരെ ഫ്രീഡം ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എന്നോട് തന്നെ ആരും ഇതുവരെ ഒരു ഇമോഷണൽ ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടില്ല. ഇമോഷണൽ ഫ്രീഡം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കെയർ നമ്മൾ തുടങ്ങി. ലവിലേക്ക് നമുക്ക് പോവാനുണ്ട്. അപ്പൊ കെയർ എന്ന് പറയുന്ന സംഭവത്തിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലവിലേക്ക് പോവാം. അപ്പോ കെയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഒന്നിനെ സംരക്ഷിക്കാൻ പറ്റുമോ? മനുഷ്യന് നമുക്കുണ്ടാവുന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട് ല്ലേ? കരുണ, ദയ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ബട്ട് മൃഗങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അഗ്രസീവ് ആവുക എന്ന് പറയുന്നത്. അവര് അഗ്രസീവ് ആവുക എന്ന് പറയുന്നത്, അവർക്ക് ദേഷ്യം വരിക എന്ന് പറയുന്നത്, അവരാ പേടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അവരെയും പ്രൊട്ടക്ട് ചെയ്യണം. അവരെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. അവരെന്തൊക്കെയാണോ സൂക്ഷിക്കുന്നത് അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോ ആ പ്രൊട്ടക്ഷൻ ആണ് സത്യത്തിൽ നമ്മൾ ഫാമിലിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ? കാരണം ഞാനൊരു അമ്മ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലോട്ട് എത്തുന്ന സമയത്ത്, അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലോട്ട് എത്തുന്ന സമയത്ത്, സാധാരണ ഒരു മനുഷ്യൻ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒരച്ഛനും അമ്മയും കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അല്ലെ?
യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ല അച്ഛനും അമ്മയും ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മളിൽ തന്നെ എന്തുണ്ട്? ഒരു അച്ഛനും അമ്മയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത്? നമുക്കൊരു അച്ഛനും അമ്മയുണ്ട്. അപ്പൊ അവര് തന്ന ഒരു പാരന്റിങ് ഓൾറെഡി നമ്മളിൽ ഒരു ഫോം ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ തന്നെ മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു പാരന്റിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്റെ അച്ഛൻ എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്റെ അച്ഛൻ എങ്ങനെയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എന്റെ അമ്മ എങ്ങനെയൊക്കെയാണ് എന്നെ നോക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ഓൾറെഡി എന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്റെ ഒരു അച്ഛനായിട്ടും എന്നെ ഒരു അമ്മയാക്കിയിട്ടും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ന്യൂ മോഡൽ കുട്ടികൾക്ക് നമ്മൾ ഓൾഡ് മോഡൽ പാരന്റിങ് സത്യത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാരും പറയുന്നുണ്ട്. ഞാൻ കുറെയൊക്കെ ജനറൽ ആവാൻ നോക്കുന്നുണ്ട്. ഞാൻ കുറെയൊക്കെ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനും കളിപ്പിക്കാനും എല്ലാം നോക്കുന്നുണ്ട്. ബട്ട് എവിടേക്കോ എനിക്ക് തന്നെ തെറ്റിപ്പോവാണ്. എവിടേക്കോ ഞാൻ തന്നെ ദേഷ്യപ്പെട്ടു പോവാണ്. എനിക്ക് എവിടേക്കോ എനിക്ക് ഈഗോ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പാരന്റിനെ ആദ്യം ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ കുട്ടികൾ ഉണ്ടാവണം എന്നില്ല നമുക്ക് പാരന്റ് ആവാൻ. കുട്ടികൾ വേണമെന്നില്ല. പാരന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് എന്ന് പറഞ്ഞാൽ ഗൈഡാണ്. ഒരു ഗൈഡ്, ഗാർഡിയൻ അല്ലെ? നമ്മൾ സ്കൂളിലൊക്കെ ഗാർഡിയൻ എന്നുള്ള ഒരു സംഭവം ഒരു ഫോം ഉണ്ടാവും. അവിടെ നമ്മളെ ഗാർഡ് ചെയ്യുന്ന ആരാണ്? നമ്മളെ നോക്കുന്നവർ ആരാണ്? അതാണ് ഗാർഡിയൻ. അപ്പൊ ഈ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഒരു 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 പാരന്റ് എന്ന് പറയുന്ന സംഭവം, ഒരു ട്യൂറ്റർ എന്ന് പറയുന്ന സംഭവം, ഒരു ഒരു എല്ലാ രീതിയിലും നമ്മളെ നോക്കുന്ന, ക്ലിയർ ആക്കുന്ന, ലവ്, അഫെക്ഷൻ, കെയർ എല്ലാം തരുന്ന ഒരു ടീം. അത് ഫാമിലി ആവാം, ചിലപ്പോ ഒരു ഡിസ്റ്റന്റ് ഫാമിലി റിലേഷൻഷിപ്പിലുള്ള ആളുകളാവാം, നമ്മൾ അങ്കിൾ ആവാം, അമ്മായി ആയിരിക്കാം, ആന്റി ആയിരിക്കാം, അങ്ങനെ അങ്ങനെ പോകുന്ന പല ആളുകളായിരിക്കാം ഈ ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളില് നമ്മളൊക്കെ ഒരു പാരന്റിങ് കൂടി, നമ്മളൊരു പാരന്റ്സ് കൂടിയാണ്. ഓക്കെ. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ എപ്പോഴും ഒരു ഗാർഡിയൻ, നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം. അല്ലെ? അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്. മറ്റുള്ളവരുടെ കുട്ടികളും ഉണ്ട്. അല്ലെ? ചില ടീച്ചർമാരൊക്കെ ഒരു സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിപ്പിക്കും. നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് മനസ്സിലാവുന്നവരെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കും. ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം അവരുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരുടെ ഡ്യൂട്ടി എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യുക. കുട്ടികൾ കുറച്ച് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടാവും. സ്കൂളിൽ എന്ന് പറയുന്നത് എന്റെ കുട്ടി എന്നല്ലല്ലോ. എല്ലാവരുടെയും കുട്ടി, ആരൊക്കെയോ കുട്ടികളാണ്. നമ്മൾ പണികളെടുക്കുക, ക്ലിയർ ആക്കുക. വീട്ടിലെത്തുന്ന സമയത്ത് അത് എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് ഞാൻ കൊണ്ടുവരും. അപ്പൊ എന്റെ കുട്ടി നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഇമോഷണലി നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് നമ്മൾ എഴുതാൻ കൊടുക്കുന്നത് കുട്ടിക്ക് എഴുത്ത് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതാൻ കിട്ടുന്നില്ല. ഒരു അക്ഷരം എഴുതാൻ കിട്ടുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ഒരു പേടി തുടങ്ങും. എന്താ ഈ ഇവന് മാത്രം ഇങ്ങനെ ശരിയാവാത്തത്? എന്താ ഇവക്ക് മാത്രം ഇങ്ങനെ ശരിയാവാത്തത്? നമ്മൾ അറിയാതെ നമ്മളെ കൂടെയുള്ള കുട്ടികളെയോ, പഠിപ്പിക്കുന്ന ആളുകളെയോ, അല്ലെങ്കിൽ സുഹൃത്തിന്റെ മക്കളെയോ ഒക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങും നമ്മൾ. ഓക്കെ. കാരണം നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഇൻസെക്യൂർ ആക്കി വെച്ചിട്ടുള്ളത്. കാരണം എന്റെ പാരന്റ്സ് എങ്ങനെയാണോ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഞാൻ എന്റെ മക്കളിലേക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ മക്കളിലേക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത്, അവിടെ ഞാൻ എന്റെ ഈ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, എന്റെ കുട്ടി എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലോ, ഒരു അച്ഛൻ എന്നുള്ള റോളിലോ ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, കുട്ടിയിൽ നിന്ന് വരുന്ന ചെറിയ തെറ്റുകൾ പോലും നമുക്ക് എന്താണ് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ആ ചെറിയ വിഷമങ്ങളൊക്കെ ആയി തുടങ്ങുന്ന, പിന്നെ മെല്ലെ മെല്ലെ വലിയ വിഷമങ്ങളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അഗ്രസീവ് എന്ന് പറയുന്നത്. കുട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നമ്മള്. ഓക്കെ. അപ്പൊ കുട്ടി നമ്മളിപ്പോ ഒരു കടലിലോട്ട് പോവാണ്. നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോവാണ്. കുട്ടി നമ്മളെ കയ്യിന്ന് വിട്ടിട്ട് പെട്ടെന്ന് നടക്കാൻ തുടങ്ങി മണലിലൂടെ. പെട്ടെന്ന് കുട്ടി "ഓടല്ലേ, ഓടല്ലേ, അവിടെ നിക്ക്, നിക്ക്" എന്ന് പറഞ്ഞ് കുട്ടീനെ റെസ്ട്രിക്ട് ചെയ്യും. അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഓടി കളിക്കുന്നുണ്ടാവും. അവരൊന്നും നമ്മളെ നോക്കുന്നില്ല. അവരോടൊന്നും നമുക്ക് ഒരു കെയർ തോന്നുന്നില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ? അവരെ നോക്കണ്ടേ? ഒരാൾ ഓടിപ്പോകുമ്പോ നമ്മൾ ആ കുട്ടീനെ നോക്കി അങ്ങനെ ഇരിക്കും. ആ കുട്ടി ഇങ്ങനെ ഓടിപ്പോകുന്നു. വല്ലാണ്ട് ഡേഞ്ചർ ആവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ശ്രദ്ധിക്കുന്നുള്ളൂ. ബട്ട് നമ്മളെ കുട്ടിയെ വല്ലാണ്ട് ഡേഞ്ചർ അല്ല. ചെറിയ ഏറ്റവും മൈൽഡ് ഡേഞ്ചർ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ നമ്മൾ എന്റെ കുട്ടി എന്ന് പറയുന്ന ഇമോഷനിലാണ് ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ പ്രശ്നം. അതാണ് കെയർ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കല്ല ചെയ്യുന്നത്. നമ്മൾ ഓവർ കെയർ ആണ് കൊടുക്കുന്നത്. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാണ് കുട്ടികളെ. ഓക്കെ. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളിലുള്ള ഒരു ഓൾഡ് മോഡൽ പാരന്റിങ് ഉണ്ട്. ഇതാണ് നമ്മൾ ന്യൂ മോഡൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ തന്നെ നമ്മളൊരു പാരന്റ് ആക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് റീപ്രോഗ്രാം ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ. കാരണം എത്രയൊക്കെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചാലും അതിന്റെ ഉള്ളിലുള്ള പാരന്റിനെ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇടക്കിടക്ക് മൂപ്പർ ഇങ്ങനെ കേറി വരും. ഇടക്കിടക്ക് മൂപ്പർ കേറി വന്നിട്ട് ചിലപ്പോ ചീത്ത പറയും, വഴക്ക് പറയും, ദേഷ്യം ഉണ്ടാവും, ഈഗോ ക്രിയേറ്റ് ചെയ്യും, ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും, മക്കളെ നോക്കുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നും. ചിലപ്പോ എന്താണ് ചിലപ്പോൾ 10 ദിവസം അല്ലെങ്കിൽ 1 മാസമോ 10 വർഷമോ നല്ലതായിരിക്കും നോക്കും. 11ാമത്തെ വർഷം മുതൽ നമുക്ക് റെസ്പോൺസിബിൾ ആയി തുടങ്ങും. കാരണം നമ്മൾ എവിടേക്കോ ഇതിനെ ഒരു ഡ്യൂട്ടി ആക്കിയിട്ടോ റെസ്പോൺസിബിൾ ആക്കിയിട്ടോ മാറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് കെയർ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഈ കെയറിൽ നിന്ന് പിന്നെ ലവിലേക്ക് ഇങ്ങനെ വരുന്നത് റെസ്പോൺസിബിൾ ആവുക. ഓവർ കെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓവർ റെസ്പോൺസീവ് ആവും. അല്ലെ? ഭയങ്കര റെസ്പോൺസിബിൾ ആയി തുടങ്ങും നമ്മൾ. അപ്പൊ റെസ്പോൺസിബിൾ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആവുന്നോ അത്രത്തോളം റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പോയിട്ട് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയാൻ നിൽക്കരുത്. നമ്മൾ പല സ്ഥലത്തും റെസ്പോൺസിബിൾ അല്ല. നമ്മൾ കമ്മിറ്റഡ് ആവാൻ കുഴപ്പമില്ല. നമ്മൾ ആ ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യത്തെ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഞാൻ റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ? ഇല്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ റിട്ടേൺസ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ബട്ട് മറ്റുള്ളവർക്ക് ഞാൻ ഒരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യത്തെ ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ റിട്ടേൺസ് പ്രതീക്ഷിക്കും. ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, സാലറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ആ സാലറിക്ക് വേണ്ടിയിട്ട് ആ സാലറി എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. അത് മാത്രം ഇന്റൻഷൻ ആക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് ഒരു ഇന്റൻഷൻ ആണ്. ഇങ്ങനെ പറയുന്ന ഓരോ കാര്യത്തിലും നമുക്ക് റിട്ടേൺസ് ആവശ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. എന്നാൽ റിട്ടേൺസ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വേർഡ് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിങ്ങനെ ചോദിക്കും. എന്താ ഇങ്ങോട്ടൊന്നും കിട്ടാത്തത്? അല്ലേ? ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരെന്താ പറയാ? എന്നെ നോക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ? അത് നോക്കുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് എന്താ കൊടുക്കേണ്ടത്? ഞാൻ എങ്ങനെ ഇത് കൊടുക്കേണ്ടത്? ഞാൻ ശരിക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ? ഞാൻ എനിക്ക് ആദ്യം ഇത് കൊടുക്കുന്നുണ്ടോ? എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ആദ്യമായിട്ട്? ഞാനൊരു മനുഷ്യനല്ലേ? അത് അയാളൊരു മനുഷ്യനല്ലേ? അപ്പൊ ഈ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചാ പോരെ? ഞാനൊരു അച്ഛനായിട്ടിരിക്കുമ്പോഴാണ്, ഞാൻ അമ്മയാണ് എന്ന് പറയുന്ന ഒരു റോളിലേക്ക് ഞാൻ എന്നെ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ റെസ്പോൺസിബിൾ ആവുക. ഞാനൊരു ടീച്ചറാണ്, റെസ്പോൺസിബിൾ ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല ഒരു ടീച്ചറിന്റെ ഒരു സിസ്റ്റം. അല്ലെ? പ്രത്യേകിച്ച് സർവീസ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകള്. ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ആ ജോലിയിൽ മൈൻഡ്ഫുൾ ആയിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് കൂടെ അവരത് ചെയ്യുക എന്ന് പറയുന്ന ഇന്റൻഷനിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ ഡ്യൂട്ടി അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടീച്ചർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ഈ ടീച്ചറിന്റെ മൈൻഡിൽ ഇല്ല. നേരെ മറിച്ച് ഈ ടൈം അല്ല ഇവിടെ പ്രധാനം, അല്ലെങ്കിൽ എന്റെ സിലബസ് അല്ല ഇവിടെ പ്രധാനം. കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ആവശ്യമുള്ള അറിവുകൾ നൽകുക എന്നുള്ളത്, അവർക്കത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇന്റൻഷനിലാവുമ്പോൾ 60 കുട്ടികൾ ഉണ്ടെങ്കിൽ 60 കുട്ടികളെയും മോണിറ്റർ ചെയ്യാൻ ടീച്ചറിന് കഴിയും. നേരെ മറിച്ച് ടീച്ചർ എന്താ പറയാ, റെസ്പോൺസിബിലിറ്റി മാത്രം, ഡ്യൂട്ടി മാത്രമാണെങ്കിൽ ടീച്ചർമാർ എന്താ പറയാ, 60 കുട്ടികളൊക്കെ അല്ലേ, എങ്ങനെ ഈ 60 കുട്ടികളെ ഞാൻ നോക്കുക? 60 കുട്ടികളെ എന്നുള്ളതല്ല, നമുക്ക് ഒരു കുട്ടിയായാലും നോക്കാൻ പറ്റുന്നില്ല. അതാ അതിന്റെ അർത്ഥം. ഒരു കുട്ടിനെ പോലും നമുക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ 60 കുട്ടികളുടെ കാര്യം. കാരണം ആ ഒരു കുട്ടി ആരാന്നറിയോ? ഞാൻ. എന്റെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിനെ പോലും എനിക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ ഞാൻ നോക്കുക? അപ്പൊ ലവ് എന്ന് പറയുന്നിടത്ത് നമ്മൾ വരുന്ന സമയത്ത് ഈ പറയുന്ന അറ്റാച്ച്ഡ് ആവുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ആ ഒരു സ്നേഹം കൊടുക്കുക. ഓക്കെ. സ്നേഹം എങ്ങനെ കൊടുക്കുക? റിട്ടേൺസ് ഇല്ലാണ്ടാവുമ്പോഴേ സ്നേഹമുള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതിന് സ്നേഹം എന്നല്ല പറയാ. അത് റെസ്പോൺസിബിലിറ്റി ആണ്. അത് ബിസിനസ് ആണ്. റിട്ടേൺസ് പ്രതീക്ഷിക്കുക. അതിനപ്പുറത്തോട്ട് സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഫിലോസഫി പറഞ്ഞിരുന്നാ പോരാ.
കാരണം നമുക്ക് എപ്പോഴും മര്യാദയ്ക്ക് സ്നേഹിക്കാൻ പറ്റാറ്. നമുക്ക് ഒരാളെ സ്നേഹിക്കണല്ലോ. ഈ പറയുന്ന പോലെ അൺകണ്ടീഷണലായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കണ്ടേ? എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റുന്നത് ഒറ്റ രീതിയേ ഉള്ളൂ നമുക്കൊക്കെ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. നമ്മുടെ ഉള്ളിൽ ഒരു കപ്പ് ഉണ്ടെന്ന് വെക്കുക. നമ്മളെ ഹാർട്ടിനെ ഒരു കപ്പാക്കി വെക്കുക. ഈ കപ്പില് സ്നേഹം ഒരുപാട് കൊടുത്ത്, 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 കൊടുത്ത് ഈ സ്നേഹം ഒന്ന് തുളുമ്പാൻ തുടങ്ങും. കംപ്ലീറ്റ് ചെയ്യും. ഈ കപ്പാസിറ്റി അങ്ങ് തീരും. ഈ കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെയും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു പിശുക്കനൊന്നല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ആ സാധനം എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അല്ലേ? എല്ലാ ഇമോഷൻസും ഇങ്ങനെ തന്നെയാ. എനിക്ക് ഒരാളോട് ദേഷ്യം വരുന്നുണ്ടോ? എങ്ങനെ എനിക്ക് ദേഷ്യം വരാന്നറിയോ? എന്റെ ഉള്ളിലുള്ള ദേഷ്യത്തിന്റെ കപ്പാസിറ്റി തീരുമ്പോ, അതായത് എനിക്ക് എന്നോട് ദേഷ്യം ഒരുപാട് കൂടുമ്പഴാണ് എനിക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നുന്നത്. എനിക്ക് എന്റെ ലൈഫിനെ തന്നെ സംതൃപ്തി ഇല്ലാത്ത ഒരു ഇമോഷനിലോട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പഴാണ് എനിക്ക് മറ്റുള്ളവരോട് ഒരു സംതൃപ്തി ഇല്ലായ്മ, ഒരു ഫീൽ ഇല്ല, ഒരു കംഫർട്ടബിൾ അല്ല, സംസാരിക്കാൻ തോന്നുന്നില്ല, ഇഷ്ടമില്ല എനിക്ക് ആളുകളെ. അല്ലേ? നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് ഇങ്ങനെ വെക്കാൻ തുടങ്ങും പിന്നെ. കാരണം നമുക്ക് നമ്മൾ തന്നെ ഒരുപാട് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂനിസെ നീ ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയാലേ നീ ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ. അല്ലേ? ഇങ്ങനൊക്കെ ചെയ്താലേ നിനക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ. എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് ഒരാളെ സ്നേഹിക്കാന്, ഒരാളിന്ന് പ്രതീക്ഷിക്കുന്നതില്. ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് മാത്രമേ നമ്മൾ സീക്ക് ചെയ്യുള്ളൂ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ബോധേഡേ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റെസ്പോൺസിബിൾ ആവുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഒരു ജോലിയിൽ നമ്മൾ റെസ്പോൺസിബിൾ ആവുക എന്ന് മാത്രം ചെയ്യുന്ന സമയത്ത്, അങ്ങോട്ട് എന്താ കൊടുക്കുന്നത് എന്നുള്ളതല്ല, ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ? സാലറി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തോ, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ആ ഒരു ജോലി ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജോലി കാരണം ആ ബിസിനസിന് ഹൈക്ക് ഉണ്ടായോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്ത് പർപ്പസിലാണോ ആ ജോലിയിൽ ചേർന്നത്, ഇത് നമ്മൾ ബോധറല്ല. കറക്റ്റ് ഒന്നാം തീയതി ആകുമ്പോൾ സാലറി കിട്ടിയില്ലേ, അതിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇതേപോലെയാണ് നമ്മൾ റെസ്പോൺസിബിൾ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ. വെറും റെസ്പോൺസിബിലിറ്റി മാത്രമാകുമ്പോൾ കുട്ടികളിലേക്ക് നമ്മൾ അവരിന്ന് റിസൾട്ടുകൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നില്ലേ? ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? അത് നമ്മൾ ആ ഒരു ഓവർ കെയറിനാ തുടങ്ങുന്നത് കേട്ടോ. ഓവർ കെയർ നമ്മൾ സാക്രിഫൈസിന്റെ സ്റ്റോറീസ് വരിക. ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും നമ്മളൊക്കെ. അല്ലെ? ഭയങ്കര സ്റ്റോറി ടെല്ലിംഗാ. 10 മാസം കൊണ്ട് നടന്നില്ലേ? അങ്ങനെ ചെയ്തില്ലേ? ഇങ്ങനെ ചെയ്തില്ലേ? നമ്മൾ ഈ സ്റ്റോറി ടെല്ലിംഗ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അല്ലെ? ഇതൊക്കെ ആ പ്രൊട്ടക്ഷൻ എന്നാണ്. ഓവർ കെയർ എന്നാ ഇത് വരുന്നത്. അപ്പൊ ഈ ഓവർ കെയർ എന്ന് പറയുന്നോടത്ത് പിന്നെ അത് സ്നേഹമാക്കി എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാ. കാരണം ഈ ഓവർ കെയറിങ് അവർക്ക് എവിടുന്നാ വന്നതറിയോ? അവരുടെ ഉള്ളിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലിന്നാ വന്നിട്ടുള്ളത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴല്ല ഞാനൊന്നും പാരന്റ് ആവുന്നത്. ഞാൻ ജനിച്ചത് മുതലേ എന്റെ ഉള്ളിൽ എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച ഒരു പാരന്റ് ഉണ്ട്. ആ പാരന്റിനെ ഞാൻ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലെ? അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്ക് ഓവർ കെയർ നമുക്ക് മനസ്സിലാവുന്നോ, അത്രത്തോളം നമുക്ക് കെയർ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കെയർ എന്ന് പറയുന്നത് ലവിന്റെ കൂടെ മാത്രം വരുന്ന ഒരു സാധനമാണ്. ലവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇങ്ങോട്ടേക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ കൊടുക്കുക. അൺകണ്ടീഷൻഡ് ആയിട്ട് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ലാതെ. അത് എപ്പോഴാ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലുള്ള സെൽഫ് ലവ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പറ്റുന്ന ഒരു സാധനമാണത്. അല്ലാതെ ഒരിക്കലും പറ്റില്ല. യഥാർത്ഥത്തിൽ അവൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാണ്ടല്ലോ, എന്നെ ആരും അപ്പൊ സ്നേഹിക്കണില്ലേ? എനിക്കെന്നെ തോന്നി തുടങ്ങും. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതുവരെ സ്നേഹിച്ചത്, ഞാൻ എന്റെ ഹസ്ബൻഡിനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടെന്ന് എപ്പം പറയുന്നുണ്ടോ? ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കെയർ ചെയ്യുക ചെയ്യുന്നത്. നമ്മളെ മക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കല്ല ചെയ്യുന്നത്, കെയർ ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവരെ നമ്മൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അവരെ നമ്മളിങ്ങനെ ഭയങ്കര പിഴിയാനാ നോക്കുന്നത്. ഓക്കെ. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അവരെ ആ ഒരു കെട്ടിലേക്ക്, അവര് പാരന്റിങ് എന്ന് പറയുന്ന ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പിന് പകരം ബന്ധനമാക്കി മാറ്റാണ് അവര്. അല്ലെ? എന്റെ കുട്ടി, എന്റെ കുട്ടി, എന്റെ കുട്ടി എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് നമ്മൾ തലവേദനയായിട്ട് മാറുകയാണ്. ഓക്കെ. നമ്മള് കാരണം നിനക്കും വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തു. നിനക്കും വേണ്ടിയിട്ട് ഞാൻ എന്റെ ജോലി ഇല്ലാതാക്കിയിട്ടാണ് ഞാൻ നിന്നൊക്കെ നോക്കിയത് എന്ന് മക്കളടുത്ത് പറയുമ്പോൾ മക്കൾ ഇച്ചിരി വലുതാവുമ്പോ, ആര് പറഞ്ഞിട്ടാണ് മമ്മിയെ നോക്കിയത് അങ്ങനെ? ആര് പറഞ്ഞിട്ടാണ് അപ്പ അങ്ങനെ നോക്കിയത്? അല്ലെ? ആര് പറഞ്ഞിട്ടാ അങ്ങനെ ജോലി എന്തിനാ കളയാൻ പോയത്? എന്ന് മക്കള് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പോ നമുക്ക് അതായത് ജോലി ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഒരു ഫാമിലിനെ ബേസ് ചെയ്തിട്ട് ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കൃത്യമായിട്ട് നടക്കണം. കൂടെ പാരന്റിങ്ങും നടക്കണം.
കാരണം എന്റെ മകനെ ഞാൻ അനുസരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. സ്നേഹത്തിന്റെ വേറൊരു ഡെഫിനിഷനും കൂടിയാണ്. അനുസരണം അല്ല നമുക്ക് വേണ്ടത്, അനുകരണമാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ അനുകരിക്കുക ചെയ്യുന്നത്. എന്റെ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റം ഞാൻ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ആദ്യം മാറും. അത്രേ ഉള്ളൂ. കാരണം കുട്ടി എന്നെയാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്രമാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ കേന്ദ്രമാക്കുന്നതിലൂടെ എന്നിലേക്ക് കുട്ടി മിറർ ന്യൂറോൺസ് അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുവാ. കുട്ടി ഉറങ്ങുമ്പോ പോലും എന്റെ ഫീൽ കുട്ടിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്റെ ഊർജ്ജം കുട്ടിയിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ എന്റെ ഊർജ്ജത്തിലുള്ള നെഗറ്റീവ്സ് ഒക്കെ കുട്ടിയിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് എന്റെ പാരന്റ്സ് തന്ന ഊർജ്ജത്തിൽ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ പാരന്റ്സിലേക്ക് ഞാനും അത് കൊടുക്കുന്നുണ്ട്. എന്റെ കുട്ടിയിലേക്ക് ഞാനത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഹെറിഡിറ്ററി ആയ ഒരു സിസ്റ്റം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അല്ലാതെ പാരന്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ നന്നാക്കലല്ല. പാരന്റിങ് ഈസ് വാട്ട് മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തിരുത്തുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ എന്താണോ അതിന്റെ റിഫ്ലക്ഷൻ ആണ് എന്റെ കുട്ടി. ഞാൻ എന്താണോ എന്റെ ഭാര്യ എന്താണോ ഞങ്ങളുടെ രണ്ടുപേരുടെയും റിഫ്ലക്ഷൻ ആണ് നമ്മുടെ കുട്ടി. അപ്പൊ ആ കുട്ടിയിൽ മാറ്റം വരണോ? നമ്മൾ മാറണം. കുട്ടിയിൽ എന്ത് മാറ്റമാണോ വരേണ്ടത്? ആ മാറ്റമാണ് എന്നിൽ ഞാൻ കൊണ്ടുവരേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ അതാണ്. ലവ് കെയർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. അപ്പൊ സമയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളിതിങ്ങനെ എല്ലാ ഏരിയകളും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞല്ലോ, കുട്ടികൾ ജനിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 100 ബില്യൺ ന്യൂറോൺസുമായിട്ടാണ് കുട്ടി ജനിക്കുന്നത്. ഒരു 3 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ന്യൂറോൺസിന്റെ ഏകദേശം കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ന്യൂറോൺസ് തമ്മിൽ ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോൺ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, സിനാപ്റ്റിക് കണക്ഷൻസ്. ഏകദേശം 80% കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 3 വയസ്സൊക്കെ ആവുന്ന സമയത്ത്. യഥാർത്ഥത്തിൽ ആ 3 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു കോഗ്നിഷൻ തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു പ്രായത്തിനുള്ളില് നമ്മൾ ആ ഒരു വാക്കിനെ മാത്രം എടുക്കുക കേട്ടോ, കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ന്യൂറോൺ തലച്ചോറ് ഉണ്ടാവുന്ന ഓരോ കോശങ്ങളും ഒന്നിനേറ്റ് കണക്ട് ചെയ്യുന്നത് ഒരുപാട് മെമ്മറീസ്, ഒരുപാട് എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ്. ഈ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലവ് ആൻഡ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ലവ് ആൻഡ് കെയർ എന്ന് പറയുന്നിടത്ത് ഭയങ്കര വാല്യൂ ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കുട്ടികൾക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് കുട്ടികൾ തിരിച്ചു തരുന്നത്. അപ്പൊ കുട്ടികളെ നമ്മൾ എങ്ങനെയാ നോക്കുക? കുട്ടികളെ നോക്കാൻ ഒറ്റ പടിയുള്ളൂ. ഞാൻ എന്നിലെ കുട്ടിനെ ഞാനൊന്ന് ഫ്ലറിഷ് ചെയ്തെടുക്കുക, ഞാനൊന്ന് പൊടി തട്ടിയെടുക്കുക. നമ്മളെ കൊണ്ടൊരു കുട്ടി, നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിനെ ഞാനൊന്ന് പുറത്തോട്ട് എടുക്കുക. അല്ലെ? നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര എനർജി നമുക്ക് ഫീൽ ചെയ്യൂലേ? അല്ലെ? ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുക, നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ, ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സിലോ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഒരു കുട്ടിയുടെ, ഇനി നമ്മൾ തന്നെ ആവണമെന്നില്ല, ഒരു കുട്ടിയുടെ വെറുതെ ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഫീല് തോന്നും. ആ കുട്ടി ചിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. കാരണം ആ കുട്ടിയിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്നത് ഭയങ്കര ഒരു ഫോഴ്സ്ഫുൾ, ഭയങ്കര പവർഫുൾ ഒരു എനർജി ഉണ്ട്, അല്ലെ? ആ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെയല്ല, നമ്മൾ മോഡിഫൈഡ് എനർജിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ എനർജി നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ട്രോമകള്, നമ്മുടെ അനുഭവങ്ങള്, നമ്മുടെ അറിവുകൾ, ഇതെല്ലാം കൊണ്ടും ഞാൻ എന്നെ ഒരുപാട് മോഡിഫൈ ചെയ്തെത്തിയ രൂപമാണ് ഇപ്പോ. പക്ഷെ ഞാൻ ജനിക്കുന്ന സമയത്ത് ഈ ഞാനല്ല ആ ഞാൻ എന്ന് നമുക്ക് പറയാം. അതായത് ആ ജനിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഓക്കെ. ആ പവർഫുൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെയും അത് കണ്ടു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും, അല്ലെ? കുട്ടികൾ കണ്ട ആരെയും ഒന്ന് നോക്കും. അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ? ആ ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താ? ആ എനർജി എന്നാ. നമുക്ക് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ കണ്ടാൽ നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും. അതിന് പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിൽ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മിഡിൽ ഏജ് ആയാലും ഒരു മനുഷ്യൻ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ മനസ്സിൽ നിഷ്കളങ്കമായ ഒരു ചിന്തകളാണെങ്കിൽ ആ ചിരിയുടെ ഫീല്, ആ ജീവനുള്ള ഫീല് നമുക്ക് കിട്ടും. നമ്മൾ അറിയാണ്ട് നമ്മൾ അയാളോട് ചിരിച്ചു തുടങ്ങും. ആ ചിരിയിൽ ഭയങ്കര സന്തോഷം കണ്ടെത്താൻ നമുക്കും പറ്റും. കാരണം നമ്മൾ ആ ഒരു എനർജിയുടെ കൈമാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫറിങ് എനർജി ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് സിസ്റ്റം നടക്കുന്നുണ്ട്.
അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയിലേക്ക് നമ്മൾ ഒഴുകുന്ന ഈ കുട്ടി ഈ ഒരു ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഈ കണക്ഷൻ എന്നുള്ള ഈ എക്സ്പീരിയൻസസിലൂടെയാണ് മെമ്മറീസ് ആക്കി ഓരോന്ന് വെക്കുന്നത് തുടക്കത്തിലൊക്കെ. അങ്ങനെ ആ തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന അഫെക്ഷനും ലവ് കെയർ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ആ കുട്ടീനെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഓവർ റെസ്ട്രിക്റ്റ് ചെയ്യാതെ നമ്മളിൽ ഉള്ളിൽ ഒരു പാരന്റിങ് ഉണ്ടല്ലോ, അതിനെ പുറത്തെടുക്കാതെ നമ്മൾ ഉള്ളിലുള്ള കുട്ടീനെ പുറത്തെടുത്തിട്ട് ആ കുട്ടിയായിട്ട് ആ കുട്ടിനോട് നമ്മൾ മിങ്കിൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയും. കാരണം വളർത്തുക എന്ന് പറയുന്നത് എപ്പോഴും സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. അത് വളരുന്ന ഒരു സാധനത്തെ നമ്മൾ വളർത്തേണ്ട ആവശ്യമില്ല. അല്ലെ, ഒരു ചെടി നട്ട് കഴിഞ്ഞാല് അതിന് വേണ്ട വെള്ളം കൊടുക്കണം, വെയിൽ തട്ടുന്ന സ്ഥലം ആയിരിക്കണം. അല്ലാതെ 24 മണിക്കൂറും അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇല വളരുന്നുണ്ടോ, പൂക്കൾ വരുന്നുണ്ടോ, ഇത് ഇങ്ങനെ നോക്കി അതിന്റെ സെന്റിമീറ്റർ അളന്ന് ബുക്കിൽ എഴുതി വെക്കേണ്ട ആവശ്യങ്ങളൊന്നും നമുക്കില്ല. അതിന് കൊടുക്കേണ്ടത് കൊടുത്തോ എന്ന് മാത്രം ബോധ്യം ഉണ്ടായാൽ മതി. അപ്പൊ കുട്ടികൾക്കും നമുക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അവര് വളർന്നോളും. അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ അവര് നന്നായിട്ട് വളർന്നോളും. നമ്മൾ അവരെ ഇങ്ങനെ പിടിച്ച് കുലുക്കാൻ നിൽക്കണ്ട. നമുക്ക് കുലുക്കി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് നിന്ന് എന്തൊക്കെയാണോ ഇത്രയും കാലം കിട്ടിയത് അതൊക്കെ തന്നെ അവരിന്നും കിട്ടാൻ പോകുന്നുള്ളൂ. കുലുക്കാണ്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവരവരെ പാടിനങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നിന്നല്ലാതെ അതിൽ കൂടുതൽ കാര്യത്തിൽ നമ്മൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുക. ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു കുട്ടിയായിട്ട് ഇരിക്കുക. അപ്പൊ കുട്ടിയായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അതുകൂടി പറഞ്ഞിട്ട് ഇതായി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുട്ടിയായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു കുട്ടിയായിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ ക്വാളിറ്റിയാണ് വേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടില്ലേ, കുട്ടിയെ നമ്മളൊരു കുട്ടിയെ നമ്മൾ അടിച്ചു കഴിഞ്ഞാല് അമ്മേന്ന് പറഞ്ഞത് കരയും. കരഞ്ഞിട്ട് നമ്മുടെ അടുത്തോട്ട് തന്നെ അത് വരിക. അല്ലെ, നമ്മള് അനിയത്തി അനിയന്മാരൊക്കെ രണ്ടുപേരോ മൂന്ന് പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ ഒരു നിമിഷം പോലും കാണാണ്ടിരിക്കാൻ പറ്റില്ല ഇവർക്ക്. കാരണം എല്ലാ കുട്ടികളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇവർ തമ്മിൽ ഈഗോ ഇല്ല. അവർ തമ്മിൽ അടി ഉണ്ടാക്കും, 5 മിനിറ്റ് കൊണ്ട് അത് മറക്കും. നമ്മൾ മറക്കുവോ? നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവുമോ? നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ റിഗ്രറ്റ് ഭയങ്കരമായിട്ട് ഫോം ചെയ്യില്ലേ? കുട്ടികൾക്ക് ആ സംഭവമില്ല. അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊന്ന് കരയും. കരഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അത് മറക്കുകയും ചെയ്യും അവര്. കാരണം അവരുടെ ഉള്ളിൽ ഈഗോ എന്ന് പറയുന്ന സാധനത്തെ നമ്മളാണ് കൊടുക്കുന്നത്. സത്യത്തിൽ അവരുടെ മനസ്സിൽ ഒരു സാധനമില്ല. ബ്ലാങ്ക് ആയിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. പിന്നെ എന്റെ അടുത്ത് നിന്നാണ് എന്റെ കുട്ടിക്ക് ഈഗോ പഠിക്കുന്നത്. മിണ്ടൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടി ഞാൻ പറഞ്ഞിട്ടാണ് കുട്ടി പറഞ്ഞു തുടങ്ങിയത്. അല്ലെ, ഞാൻ എന്നെ എന്തോ കാര്യം കണ്ടപ്പോ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എന്നെ അടിക്കാൻ തുടങ്ങും. കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഞാൻ പറയുമ്പോൾ കുട്ടി എന്നെ അടിക്കും. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ സാധനം ചെയ്തപ്പോൾ ഞാൻ അടിച്ചില്ലേ. കാരണം ഞാൻ എന്താണ് എന്റെ ഒരു 25 വയസ്സ്, എനിക്കൊരു 25 വയസ്സായ സമയത്താണ് ഒരു കുട്ടി ജനിച്ചെങ്കിൽ ആ 25 വയസ്സിൽ മോഡിഫൈഡ് ആയ ഒരു സാധനമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടിക്ക്. കാരണം ഞാൻ എന്താണോ ഈ 25 വയസ്സിൽ ഞാൻ ചിന്തിക്കുന്ന എന്താണോ അത് കുട്ടിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോ ആ ഒരു വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി 1 വയസ്സിൽ 2 വയസ്സിൽ മനസ്സിലാക്കിയ സാധനം നമ്മളെ ചിന്തിപ്പിക്കാൻ തുടങ്ങും, നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുട്ടി രണ്ടെണ്ണം ഇങ്ങോട്ട് തരും. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്ന് കൊടുത്തപ്പോ അത് ശരിയാണ് എന്നുള്ളൊരു മെസ്സേജാണ് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത്. കുട്ടി തിരിച്ചടിക്കും. കുട്ടി രണ്ടെണ്ണം തിരിച്ചു തന്നാലോ, ഒന്ന് അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഈഗോ. അപ്പൊ ആ ഈഗോന്റെ കുറച്ചുകൂടെ വാല്യൂ കൂടും കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഈഗോ. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഈഗോ ഇല്ല. അല്ലെ, കുട്ടികൾ മാക്സിമം കുട്ടികളുടെ ഇടയിൽ കുട്ടികൾക്ക് ഈഗോ ഇല്ല. നമ്മളെ ഇടയിൽ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഈഗോ വരുന്നത്. കാരണം നമ്മൾ ഈഗോ ഇങ്ങനെ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ഷൻ പോകുന്നതെല്ലാം ഈഗോകളാണ്. അപ്പൊ കുട്ടി അതാണ് വാല്യൂ ചെയ്യുന്നത്. കുട്ടികളുടെ ഇടയിൽ എത്തുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മാത്രം നോക്കി അവരെ അടിക്കുന്നുണ്ട്, പിരിയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പിന്നെയും കൂട്ടുകൂടുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവര് തമ്മിൽ ആ സംഭവങ്ങളേ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്ന ആ കുട്ടിയെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പെറ്റിനെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു, കുട്ടിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നു പറയുന്നത് അവരിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്ന ആ ഒരു ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് വരുന്ന, ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്ന, ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഊർജ്ജത്തെയാണ്. അപ്പൊ ആ ഒരു ഊർജ്ജം ആ കുട്ടിയായിരിക്കുമ്പോഴാണ് നമുക്കതും കൊടുക്കാൻ പറ്റുക. നമ്മളും ആ കുട്ടി ആയിരുന്നു ഒരു കാലത്ത്. ഓക്കെ, ഞാനും ഈ പറഞ്ഞ പോലെ 25 വയസ്സിലോ 30 വയസ്സിലോ ഒന്നും പൊട്ടിമുളച്ച് വന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കുട്ടിയായിട്ട് തന്നെ വളർന്നു വന്നതാണ്. അങ്ങനെ ആ കുട്ടിയായിട്ട് വളർന്നു വന്നപ്പോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുട്ടിയെ എങ്ങനെയാണെന്നറിയോ എനിക്ക് നഷ്ടപ്പെട്ടത്? ഇത്രയൊക്കെ വലുതായില്ലേ ഇപ്പോഴും കുട്ടികളായിട്ട് നടക്കുക. ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ കുട്ടികളെന്താ പറയാ, അതെ ഡ്രസ്സൊക്കെ മാറ്റിട്ടാ, വലുതായിക്കണ്, അതൊക്കെ ചേഞ്ച് ചെയ്യണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയരുത് ട്ടോ, ഈ വലുതായിക്കണ്, ഇപ്പൊ ചെറിയ കുട്ടിയല്ല.
ഇന്ന് ചെറിയ കുട്ടിയല്ല ഇജ്ജ് വലുതായിക്കണം, വലിയ ആളായിക്കണം, മെച്ചോർഡ് സെൽഫിനെ ആ കുട്ടിയിലേക്ക് നമ്മൾ ആവാഹിച്ചാണ് കയറ്റും. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ അങ്ങ് തന്നതാ. സമയമായപ്പോ നമ്മൾ അതങ്ങ് കൊടുക്കുക. കാരണം അതേ പാരന്റിങ് സ്റ്റൈൽ, ആ ഓൾഡ് മോഡൽ പാരന്റിങ് സ്റ്റൈൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് കുറെ ജനറൽ പാരന്റിങ്ങും പല പാരന്റിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ സൈഡിലൂടെ കൊടുക്കുന്നുണ്ട്. ബട്ട് സബ് കോൺഷ്യസ്ലി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ പഴയ ഓൾഡ് മോഡൽ പാരന്റിങ്. അതിങ്ങനെ താഴ്വഴിയായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിൽ ബോധേടല്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റി മാത്രമേ നമ്മൾ ബോധേടാവുള്ളൂ. അത് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അറിയത്തോലുമില്ല. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്കൊരു കുട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ, അപ്പൊ ഞാൻ കുട്ടിയായിട്ടിരിക്കുക. നമ്മൾ കുട്ടീനോട് ചെറിയ ചെറിയ കുട്ടികളോട് സംസാരിക്കും, നമ്മൾ പോലും അറിയാണ്ട് കൊഞ്ചി സംസാരിക്കൂലേ, നമ്മൾ തന്നെ പല ആംഗ്യങ്ങൾ കാണിക്കൂലേ, നമ്മൾ തന്നെ കുറെ ചിരിക്കൂലേ, നമ്മൾ തന്നെ പല സൗണ്ടുകൾ ഉണ്ടാക്കൂലേ. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മളിലെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലെ, നമ്മൾക്ക് ഒരു നല്ലൊരു ജോലിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മെച്ചോർഡ് സെൽഫ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് വിട്ട് നമ്മൾ ഭയങ്കര മെച്ചോർഡ് സെൽഫിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ എന്റെ ആ കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്കൊന്ന് ഇടയ്ക്ക് പുറത്തിറങ്ങാനൊക്കെ പൂതിയുണ്ട്. മഴ ഇങ്ങനെ കാണുമ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ, ഒന്ന് മഴ കൊണ്ടാലോ, നമുക്കിങ്ങനെ തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനെ ഓരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക എന്നും പറഞ്ഞ് കുറേ നമ്മളെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലെ കുട്ടീനുണ്ടല്ലോ നമ്മളിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് പണ്ട് മുതൽ കുറെ പേരൻസ് റെസ്ട്രിക്ട് ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഞാൻ എന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന എന്താ, ഞാൻ എന്റെ കുട്ടീനെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുക. കുട്ടിക്ക് പൊങ്ങാൻ ആഗ്രഹമുണ്ട്, വരാൻ പൂതിയുണ്ട്, പക്ഷെ നടക്കൂല. നമ്മൾ അതിനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുക അവിടെ. എന്നിട്ട് ഞാൻ ഭയങ്കര മെച്ചോർഡ് ആണ്, ഞാൻ ഭയങ്കര പക്വതയുള്ള ഒരു പാരന്റ് ആണ്, ഞാൻ പക്വതയുള്ള ഒരു മനുഷ്യനാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങ് നെളിഞ്ഞ് നടക്കുക. എന്താ നമ്മുടെ കയ്യിലുള്ളത്? എന്തെങ്കിലും ആ കുട്ടിയുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി എത്ര ഹാപ്പിയാ, നമ്മളോ എന്താ നമ്മുടെ കയ്യിലുള്ളത്? ആ കുട്ടി അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കുട്ടിനെ പോയിട്ട് ഇങ്ങനെ മോട്ടറാക്കുക, നമ്മൾ ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ആ കുട്ടിനെ മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു എക്സ്പെരിമെന്റൽ ആണ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെന്റൽ ആണ് കുട്ടി. അല്ലെ, നമ്മൾ പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടികളൊക്കെ പണ്ട് മുതലേ എക്സ്പെരിമെന്റലാ. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു നോക്കുക. എന്താ കിട്ടുന്നത് അത് നോക്കും. എന്നിട്ടാണ് രണ്ടാമത്തെ കുട്ടി കൊടുക്കുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ കുട്ടി എന്താ, മനുഷ്യനല്ലേ? ഇത് പിന്നെ ഇനി എങ്ങനെ ജീവിക്കുക? എല്ലാ കുടുംബത്തിലും നോക്കിയാൽ മതി. ഇങ്ങനെ എക്സ്പെരിമെന്റൽ ആയ ആ ഒരു കുട്ടിക്കുണ്ടല്ലോ എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, എന്തെങ്കിലും ഫോബിയകൾ ഉണ്ടാവും. ഒരുപാട് കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്റെ റിസർച്ചിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ എല്ലാ ഫാമിലിയിലും ഒന്നാമത്തെ കുട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി, ഇവരിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് റഷ് ചെയ്ത പല കേസുകളുണ്ട്. കാരണം ഇവര് മിക്കവാറും കേസിൽ എക്സ്പെരിമെന്റൽ സിസ്റ്റങ്ങളാണ്. ഇവര് നമ്മൾ പഠിച്ചതൊക്കെ എന്തൊക്കെയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയോ നമ്മളെ കയ്യിലുള്ള സാധനം ഇതെല്ലാം കൂടെ അങ്ങ് കൊടുക്കും. കുറെ നാട്ടുകാർ തന്നുണ്ട്, കുറെ സൊസൈറ്റി തന്നുണ്ട്, കുറെ അമ്മ തന്നുണ്ട്, കുറെ അച്ഛൻ തന്നുണ്ട്, അമ്മാവൻ തന്നിട്ടുണ്ട്, ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ അതും തന്നിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടാവുമ്പോ അങ്ങനെയും കുറെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. കുട്ടി രാവിലെ എണീറ്റാ ട്യൂഷൻ, അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ മറ്റേത്. കുട്ടി 24 മണിക്കൂർ എൻഗേജ്ഡാ. നമ്മൾ വിചാരിക്കും 24 മണിക്കൂർ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരുന്ന. കുട്ടിനെ നമ്മൾ നമ്മളാക്കി മാറ്റണ്ട. കുട്ടിനെ ക്രിയേറ്റീവ് ആക്കിയാൽ മതി. കുട്ടികൾ ക്രിയേഷനിൽ നിൽക്കുന്ന ആളുകളാണ്, ഇമാജിനേഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അവര് ക്രിയേഷനിലോട്ട് വിട്ടാൽ മതി, അവര് താനേ ആവേണ്ടതായിക്കോളും. നമ്മൾ ഈ വലിച്ചു നീട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താ അറിയോ, 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്ക് 15-20 വയസ്സാകുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോൾ കിട്ടേണ്ട എന്തൊക്കെയോ സാധനമാണ് നമ്മൾ ഈ വലിച്ചു നീട്ടി സീരിയല് പോലെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിച്ച് നീട്ടി 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 ഒരു ലാംഗ്വേജ് പഠിക്കാൻ 3 കൊല്ലം നമുക്ക് ആവശ്യമുണ്ടോ? സ്പോക്കൺ ഇംഗ്ലീഷ് 6 മാസം കൊണ്ട് അവിടെ തീർക്കണം ഓരോരുത്തർ. അപ്പൊ ഇത് തീർക്കാൻ നമുക്കും പറ്റും. കുട്ടികൾക്ക് അങ്ങനെ കൊടുത്ത് ശീലിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് എക്സ്പെരിമെന്റിൽ നടന്നിട്ടുണ്ട്. ചെറിയ കുട്ടികൾ 10-12 വയസ്സാകുമ്പോഴേക്കും PhD എത്തുന്ന കുട്ടികളെ നമുക്ക് കണ്ടിട്ടുണ്ട്. അല്ലെ, പല തരത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പല പല എന്താ പറയാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്, ഹോം സ്കൂളിങ്ങില്, ഇവരൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ കുട്ടികളെ നമ്മൾ കോമൺ സെൻസിന്റെ പിന്നാലെ കൊണ്ടുപോവാണ്. എന്താ കോമൺ സെൻസ് അറിയോ? അത് ഭയങ്കര രസാ. കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടൊരു സെൻസ്.
നമ്മൾക്കൊരു സെൻസ് ഉണ്ട്, ഒരു സെൽഫിലൊരു സെൻസ് ഉണ്ട്. ഇത് നമ്മൾ വിട്ട്, കാരണം നമുക്ക് നമ്മളെ തന്നെ ബോധ്യമല്ലല്ലോ, പിന്നെ നമുക്ക് സെൻസിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയുള്ള കോമൺ സെൻസാ. എല്ലാരും എന്താണോ പറയുന്നത് അത് ചെയ്യുക, എല്ലാരും എന്താണ് കുട്ടിനാക്കുന്നത്, എന്നാ എന്റെ കുട്ടിനെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത്, കോമൺ സെൻസ് ഈസ് നത്തിങ് ബട്ട് നോൺ സെൻസ്. കോമൺ സെൻസ് നോൺ സെൻസാ. കാരണം കോമൺ സെൻസ് എന്ന് പറയുന്നത്, ഒരു 100 ആൾക്കാരുണ്ടോ, മെജോറിറ്റി 90 പേര് അല്ലെങ്കിൽ 70 പേര് എന്താണോ പറയുന്നത് അതാണ് ശരി. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ കൂടെ 20 പേരുണ്ട്. നമ്മൾ നടന്ന് ഇങ്ങനെ പോവാണ്. 2 വഴിയുണ്ട്. ഈ ഒരു വഴി ശരിയാണെന്നതും ഒരു വഴി തെറ്റാണെന്നതും നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ തെറ്റായ വഴിയിൽ 19 പേര് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് കോമൺ സെൻസ്. ഓക്കെ, എല്ലാവരും മണ്ടത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് കോമൺ സെൻസ്. അപ്പൊ സെൻസ് എന്ന് പറയുന്നിടത്ത് കൊടുക്കുക, കോമൺ സെൻസ് എന്നുള്ളത് വിടുക. ഓക്കെ, കോമൺ സെൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്, അല്ലെ? ഈ കോമൺ സെൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇല്ല, ടെസ്ല ഇല്ല, ഈ ലോകത്ത് ആമസോൺ ഇല്ല, വാട്സപ്പ് ഇല്ല, ഒന്നുമില്ല. അവർ ആ സിസ്റ്റത്തിലൂടെ പോയിരുന്നെങ്കിൽ, എല്ലാരും പറഞ്ഞ സിസ്റ്റത്തിലൂടെ അവർ പോയിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഇരിക്കുന്ന ഞാനോ നിങ്ങളിങ്ങനെ കണ്ടിട്ട് വർത്താനം പറയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഈ കോമൺ സെൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചപ്പോ. ഈ ഒഴുക്കിന് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ, ആ ഒഴുക്കിനൊക്കെ അങ്ങനെ പോകും. തിരിച്ച് നീന്താൻ നമ്മളിങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. ആ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് കോമൺ സെൻസ്. അല്ല പ്രധാനം. ഓക്കെ, നമുക്കൊരു സെൻസ് ഉണ്ടാവണം. നമുക്ക് നമ്മളെ പറ്റി ഒരു ബോധ്യം ഉണ്ടാവണം. ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ പർപ്പസ് എന്താ, അല്ലെ? എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പർപ്പസ് എന്താ, എന്നാ പിന്നെ എന്റെ പർപ്പസും അതന്നെ. എന്നിട്ട് നമ്മൾ അങ്ങ് പോവാ. എന്റെ സുഹൃത്തുക്കളൊക്കെ എന്താ ഡോക്ടർ, അവരൊക്കെ ഡോക്ടർ ആവാം, എന്ന് എനിക്കും ഡോക്ടർ ആവണം. എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ ഇല്ലേ, ഞാൻ ഡോക്ടർ ആയിട്ട് എന്തിനാ ഞാൻ ഡോക്ടർ ആവേണ്ടത്, എന്താണ് ഒരു ഡോക്ടർ എന്ന് പോലും അറിയാതെ ഞാൻ ഡോക്ടർ ആവാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്, ഇതൊക്കെ തന്നെ സംഭവിക്കും. അപ്പൊ നമുക്കൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാതെ, ഒരു ഇന്റൻഷൻ പോലും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതിലൂടെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു വലിച്ചു നീട്ടലുണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ. നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ വലിച്ചു നീട്ടാൻ ശ്രമിക്കുക. ഒന്നും വലിച്ചു നീട്ടണ്ട, റബ്ബർ ബാൻഡ് പോലെ ഒന്നും നമ്മൾ വലിച്ചു നീട്ടണ്ട. അത് അങ്ങനെ അങ്ങ് വെക്കുക. കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് അങ്ങ് കൊടുക്കുക. അത് താനേ വളർന്നു പോകും. അതിനർത്ഥം നമ്മൾ അങ്ങ് വിട്ടയക്കുക എന്നല്ല. അവരങ്ങ് വിടുക, അവരങ്ങ് പോയിക്കോട്ടെ എന്ന് പറയണല്ല. നമ്മുടെ കയ്യിൽ തന്നെയാണ് അവര്. കാരണം നമുക്ക് സ്നേഹിക്കണം അവരെ, നമ്മൾ കെയർ ചെയ്യണം. ഈ ഇമോഷൻസ് ഒക്കെ അവരെ ഉള്ളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് അത് ഓവർ കെയറിലോട്ട് നമ്മൾ കൊടുക്കുന്നതൊക്കെ. നമ്മൾ ഭയങ്കര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക മക്കളെ, കൊടുക്കുന്നില്ല, എവിടേക്കും നമ്മൾ വിടുന്നില്ല. ഇങ്ങനെ വിടാതിരിക്കുമ്പോൾ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയൂല. എന്നിട്ട് പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ നിനക്ക് മാർക്ക് കിട്ടാത്തത്, നിനക്ക് എന്താ പിന്നെ പഠിക്കാത്തത്, കുട്ടികളെ പിന്നെ എത്ര കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. ഇതൊന്നും അവർക്ക് പറ്റാത്തതിന്റെ റീസൺ നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ ശരിയല്ല. അതന്നെ മനസ്സിലാക്കും. ആ കുട്ടിയുടെ തെറ്റ് മാത്രമായിട്ട് ഇവിടെ കൊണ്ടുവന്നരുത്. കുട്ടികളെ തെറ്റായിട്ട് മാത്രം കൊണ്ടുവരുമ്പോ പ്രശ്നം എന്താ അറിയോ? നമ്മളെല്ലാം തികഞ്ഞോളായി മാറും. നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാർ. നമ്മൾ പാരന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 10-25 വർഷമായി, 30 വർഷമായി, 40 വർഷമായി, നമ്മൾ കുറെ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ. ഇങ്ങനെയൊക്കെ വളർത്തിയാലേ കുട്ടികൾ നന്നാവുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയവരാണെങ്കിൽ അത് അങ്ങനെ വളർത്തിക്കോട്ടെ. കിട്ടാനുള്ളത് കിട്ടുമ്പോൾ ബോധിച്ചോളും. അല്ലാതെ അല്ലാത്തവർക്ക് ഇതൊന്ന് കുറച്ചൊന്ന് മനസ്സിലാവണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവർ ഓൾറെഡി ഒരു പ്രെജുഡിസ് മൈൻഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അവരങ്ങ് വിട്ടേക്കുക. അവരെ നന്നാക്കാൻ നമുക്ക് പോകണ്ട. നമ്മുടെ എനർജി വെറുതെ കളയണ്ട. ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുടുങ്ങിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിലേക്ക് എത്തിക്കുക. ആദ്യമായിട്ട് ഒരു കുട്ടി കല്യാണം കഴിക്കുമല്ലോ, അങ്ങനെ നമുക്ക് പറയാം. പാരന്റിങ് വിട്, കല്യാണം അവൻ പ്രീമറൈറ്റിലൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊടുക്കണം ഈ സാധനത്തിന്. കാരണം ഒരു കുട്ടി എനിക്ക് ജനിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ബോധ്യത്തിൽ ഇരിക്കണം എന്നുള്ള ഒരു ബോധ്യം സ്റ്റാർട്ട് ചെയ്യണം ആദ്യം. അപ്പോഴാണ് പാരന്റിങ്ങിൽ പെർഫെക്ഷൻ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വെറുതെ നമ്മൾ ഒരു ഒരു സംഭവത്തെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലവ് ആൻഡ് കെയർ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, എന്തിനേം നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ ഒരു പാരന്റിങ് എന്ന് പറയുന്ന സമയത്ത് ഏത് കാലത്തും എങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നതിലുപരി ഇത്തരത്തിലേക്ക് നമ്മളൊരു മനുഷ്യനായിട്ടിരിക്കുക, ഒരു കുട്ടിയായിട്ടിരിക്കുക, കുട്ടികളോട് മീറ്റ് ചെയ്യുന്ന നമ്മൾ കുട്ടികളായിട്ടിരിക്കാൻ ശ്രമിക്കാം. അവരിലേക്ക് കൊടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അവരെ പോലെ ആയവണം. അവരിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തണമെങ്കിൽ നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ
ടൈം കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കുറച്ച് കാര്യം കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നിടത്തായിക്കോട്ടെ, ഇവരെ മെന്റൽ സിസ്റ്റം ആയിക്കോട്ടെ, ഫിസിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ പറയുന്ന ഒരു റോള് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. റോള് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ നാച്ചുറലി നമ്മൾ കുട്ടി ജനിക്കുമ്പോഴേക്കിന് ഇത് ആണാണ്, ഇത് പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് മാറ്റും അല്ലെ. അപ്പൊ ഇത് ആണാണ് എന്ന് പറയുന്ന ഒരു ഫിസിക്കലി, അനാറ്റമിക്കലി, ഫിസിയോളജിക്കലി, നാച്ചുറലി, പ്രകൃതിന്റെ നിയമപ്രകാരം ഇതൊരാണും പ്രകൃതിയുടെ നിയമപ്രകാരം ഇതൊരു പെണ്ണുമാണ്. അവിടെ നിൽക്കണം. അതിൽ കൂടുതൽ നമ്മൾ ആ റോളിനെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കരുത്. ഈ ഒരു പെണ്ണാട്ടോ, നല്ലേർക്ക് നോക്കണം, വേറെ വീട്ടിൽ കയറി ചെല്ലാനുള്ളതാണ്, ഒരു പെണ്ണാവുമ്പോ എങ്ങനെയാണ് അല്ലെ. എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹങ്ങൾ കൂടുതലാണ്, എല്ലാ പെൺകുട്ടികൾക്കും പ്രതീക്ഷകൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇത് പറഞ്ഞാലാണ് ആ അമ്മമാരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ പറയുന്നത്. പിന്നെ പാരന്റിങ്ങിൽ ഇതൊരു ആവശ്യം, കാരണം ഇതൊരു സൈക്കിൾ പോലെ. ഇന്ന് മകളാവുന്നത് നാളെ അമ്മയാവുന്നുണ്ട്, നാളെ അമ്മയാവുന്ന ഒരാൾ പിന്നെ മകളാവുന്നുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാവരും എല്ലാ റോളിലും നിൽക്കുന്ന ഒരാളുകൾ. അപ്പൊ എല്ലാതും നമുക്ക് ആവശ്യമുള്ള ആളുകളാണ്. ഒരേ മനുഷ്യനാണ്, ഒരേ എനർജിയാണ് നമ്മളൊക്കെ. ബട്ട് നമുക്കൊക്കെ ഒരുപാട് റോളുകൾ ഉണ്ടല്ലേ. അച്ഛൻ എന്നുള്ള റോളുണ്ട്, അമ്മ എന്നുള്ള റോളുണ്ട്, മകൻ, മകൾ, അങ്ങനെ നമുക്ക് പെരക്കിടാങ്ങളായിക്കോട്ടെ, അച്ചാച്ചനായിക്കോട്ടെ, അമ്മാമനായിക്കോട്ടെ, ആണ്ടി ആയിക്കോട്ടെ, പിന്നെ നമുക്ക് പ്രൊഫഷണൽ ആണെങ്കിൽ ടീച്ചർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ക്ലീനർ ആയിക്കോട്ടെ, എന്താ പറയാ മെന്റർ ആയിക്കോട്ടെ, എല്ലാതുമാണ് നമ്മൾ. ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി പോലെയാണ്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം സിംഗിൾ സോഴ്സ് ആയിരിക്കും. ബട്ട് ഇത് ബെഡ്റൂമിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, ബാത്റൂമിൽ ലൈറ്റ് ഉണ്ടാവും, പുറത്തൊരു ലൈറ്റ് ഉണ്ടാവും. എല്ലാ ലൈറ്റിന്റെയും ആവശ്യങ്ങൾ ഡിഫറെന്റ്. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓരോ എന്താ പറയാ സ്ട്രാറ്റജികളും ഓരോ റോളുകളും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ റോളുകൾ ഇങ്ങനെ മാറി കളിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. ബട്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ബോധ്യത്തിൽ നിന്നാണ് എല്ലാ റോളും സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് എന്ന് പറയുന്ന സാധനം എന്താ അറിയോ? മനുഷ്യനായിട്ടിരിക്കാന്ന് ഞാൻ പറയില്ലേ. മനുഷ്യനായിട്ടിരിക്കുക എന്ന് പറയുമ്പോ എങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടത്? മനുഷ്യനായിട്ടിരിക്കാന്ന് പറയും, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കഥ പറഞ്ഞ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, ഓക്കെ അല്ലേ? ഉണ്ട് സർ, ഉണ്ട് യെസ് സർ. സർ. ഉണ്ട് സർ. അപ്പൊ മനുഷ്യനായിട്ടിരിക്കുക എന്ന് പറയുമ്പോ നമുക്ക് ഇതേ സംഭവം എങ്ങനെയാണെന്ന് അറിയോ? മനുഷ്യനാവുക എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളില് ഒരുപാട് ഇപ്പൊ ഈ കുട്ടിയായിട്ടിരിക്കുക എന്ന് പറയുമ്പോ ഈഗോനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആകാംക്ഷകളുണ്ട് നമുക്ക്, ഒരുപാട് എന്താ പറയുക പൊസസീവ്നെസ് നമുക്കുണ്ട്, ഒരുപാട് നമുക്ക് എന്താ പറയുക അറ്റാച്ച്മെന്റ്സുകൾ ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും, വെറുത്ത് കഴിഞ്ഞാൽ കുറെ അങ്ങ് വെറുക്കും ചെയ്യും. ഇങ്ങനൊരു സ്വഭാവം നമ്മളൊക്കെ ഉള്ളിൽ ഉണ്ടാവുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ എന്തൊക്കെയോ റോളുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യനാവാൻ നമ്മളൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞാനും നിങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഞാൻ മര്യാദയ്ക്ക് അങ്ങ് തരിക. നിങ്ങൾ എന്തിനൊക്കെയോ വന്നതാണ് ഇവിടെ, നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ തരിക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഓപ്പൺ മൈൻഡിൽ ഇരുന്ന് തരാൻ പറ്റും. നേരെ മറിച്ച് എന്റെ റെസ്പോൺസിബിലിറ്റി റോള്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു മെന്ററാണ്, ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കുക എന്നിട്ട് പറ നോക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഓരോ ക്ലാസ് എടുക്കുന്ന അതിങ്ങനെ പറഞ്ഞ് അതങ്ങനെയാണ്, ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഇതിനെങ്ങനെ കാര്യങ്ങളുണ്ട്. കാരണം എന്റെ റോള് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആവശ്യം. നിങ്ങൾക്ക് ഇത് കിട്ടിയോന്നോ വേണോന്നോ ഒന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതല്ല. സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്കൂളിൽ ടീച്ചർമാരുണ്ടല്ലോ അല്ലെ, ചില ടീച്ചർമാരൊക്കെ ഉണ്ട് ഇപ്പോഴും നമുക്ക്, നമ്മളിപ്പോ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇപ്പോഴും ചില ടീച്ചർമാരെ പേര് ഓർമ്മ ഉണ്ടാവും നമ്മൾ പഠിപ്പിച്ച. കാരണം ഇവരെവിടേക്കോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. എനിക്ക് 10ാം ക്ലാസ് വരെ ഒന്നും എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഫിസിക്സ് പോലെയുള്ള മാത്സ് പോലുള്ള വിഷയങ്ങളൊന്നും. അത് +1 +2 എത്തിയപ്പോ ആളും മാറി. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയി. കാരണം നമുക്ക് പിന്നെ ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാത്തിനും ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇന്നും ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ഒരാൾ കാരണമാണ്. ഇന്നും ഫിസിക്സിനോട് എനിക്ക് ഇഷ്ടം കൂടിയത് ആ ഒരൊറ്റ ആള് കാരണമാണ്. ഇന്നും പല കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നത് ആ ഒരാൾ കാരണമാണ്. അപ്പൊ ഒരു ടീച്ചറിന്റെ നമ്മുടെ ലൈഫിൽ വാല്യൂ എന്താണ്? ചെറുതാണോ? അപ്പൊ ടീച്ചറിന്റെ അത്രയും വാല്യൂ ഉണ്ടെങ്കിൽ ഒരു പാരന്റിന്റെ വാല്യൂ എന്തായിരിക്കും? ടീച്ചറിന് തന്നെ അത്രയും വാല്യൂ ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു ടീച്ചറിന് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാതാപിത എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും.
അപ്പൊ നല്ലൊരു ജനത വരണമെങ്കിൽ ഇവര് മൂന്നാല് മര്യാദക്ക് തീരുമാനിച്ചാൽ മതി. അപ്പൊ ഇവിടെ മൂന്നോടത്തും ഉണ്ടാവുന്ന ഒരു സാധനമേ ഉള്ളൂ: ഗാർഡിയൻ, ഗാഡ്, മെന്ററിങ്, ടീച്ചർ, ലെക്ചറിങ്, ഈ പറയുന്ന പാരന്റിങ്, എല്ലാം മിക്സ് ചെയ്തൊരു സാധനം. അപ്പൊ ഇവിടൊക്കെ നമുക്ക് റോളുകളല്ല പ്രധാനം, നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇന്റൻഷനാ പ്രധാനം. എങ്ങനെ കൊടുക്കണം, അതാണ് മനുഷ്യനാവുക എന്ന് പറയുന്നതിന് ഏറ്റവും മൂല്യം. ഞാൻ എന്താ കൊടുക്കേണ്ടത്, ഞാൻ എങ്ങനെ കൊടുക്കേണ്ടത്, അയാൾക്ക് അത് കിട്ടുന്നുണ്ടോ, അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാണ്ടല്ലോ. ആ മനസ്സിലാവുമ്പോഴേ ഞാനും നിങ്ങളൊക്കെ മനുഷ്യനാവണത്. എന്നെ ആരും മനസ്സിലാക്കണില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്നതാണ്. അപ്പൊ എന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്ന സാധനം തന്നെയാണ് സെൽഫ് ലവ്. അപ്പൊ അതിലോട്ട് നമ്മൾ കൊണ്ടുപോയി, നമ്മൾ അതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഞാൻ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പൊ എന്റെ ഉള്ളിൽ ഒരുപാട് ട്രോമകൾ ഉണ്ടോ, ഒരുപാട് ലിമിറ്റേഷൻസ് എനിക്കുണ്ടോ, എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ, ഞാൻ വാട്ട് ദേ തിങ്ക്, അവരെന്താ വിചാരിക്കുക, ഇവരെന്താ കരുതുക, ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ, 24 മണിക്കൂറും ചിന്തകളിലേക്ക് പോകുന്ന ഒരാളാണോ, ഒരു കാര്യങ്ങളും സംതൃപ്തിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്, എവിടേക്കോ എനിക്കിങ്ങനെ ലോക്കായി സിസ്റ്റം വരുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാസ്റ്റിലോട്ട് പോകുന്നുണ്ടോ, 10 കൊല്ലം മുമ്പത്തെ കഥകൾക്ക് ഇപ്പോഴും എനിക്ക് ശരിക്കും പറയാൻ പറ്റുന്നുണ്ടോ, അന്നത്തെ വിഷമങ്ങളൊക്കെ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് വിഷമങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ. മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടേക്കോ ലോക്കായിട്ട് ഇരിക്കുകയാണ്, നമ്മൾ ഏതൊക്കെ റോളിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മനുഷ്യനാവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെ മനുഷ്യനാവുക, ഒന്നും വേണ്ട, എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് പോവുകയും ചെയ്യണം. രണ്ട് കാര്യമേ ഉള്ളൂ: ജനിച്ചു, മരണം, ജനനം, മരണം. ഇതിന്റെ ഇടയ്ക്ക് ഒരു സമയമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ മനുഷ്യനല്ല. മനുഷ്യന്മാർക്ക് മാത്രമേ ഭൂമിയിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ? അല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് സ്വഭാവം കൊണ്ടോ രൂപം കൊണ്ടോ എന്ന് മാത്രമല്ല, നമ്മൾ ഉള്ളിലുള്ള എനർജി കൊണ്ടും കൂടെ നമ്മൾ മനുഷ്യനാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാവുക എന്നാണ്. കാരണം പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ്, ഇതെല്ലാം മനുഷ്യന്റെ ഇങ്ങനെ കുടുംബം ഇങ്ങനെ കൂടി നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ അറ്റാച്ച്മെന്റ്സിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അപ്പോ അറ്റാച്ച്മെന്റ്സിലേക്ക് നമ്മൾ ഒരുപാട് ഒരു സ്ക്രീൻ വന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ അറ്റാച്ച്മെന്റ്സിലോട്ട് ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോവുക, ഈ പറയുന്ന ഓവർ കെയറിൽ ഇങ്ങനെ അറ്റാച്ച്മെന്റ്സിലോട്ട് പോകും. മെല്ലെ മെല്ലെ നമ്മളെ എനർജി ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ മനുഷ്യനായിട്ട് തീരുന്നില്ല. നമ്മൾ ജനിച്ചപ്പോ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടേക്കോ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടേക്കോ ചില പോയിന്റുകളൊക്കെ നമ്മൾ മനുഷ്യനല്ല. എവിടേക്കോ നമ്മൾ മനുഷ്യനായിട്ട് ഇരിക്കുന്നുണ്ടാവും, എവിടേക്കോ ഞാനൊരു കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നല്ലൊരു മെജോറിറ്റി സ്പേസിലും ഞാൻ മനുഷ്യനായിട്ടോ കുട്ടിയായിട്ടോ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഷിഫ്റ്റിംഗ് ആണ്, ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ആഗ്രഹങ്ങൾ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ ഒരു ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരാൾക്ക് ആഗ്രഹങ്ങൾ തന്നെ തുടങ്ങുന്നത് എങ്ങനെ, എങ്ങനെ പ്രതീക്ഷകൾ തുടങ്ങുന്ന അറിയോ? പെണ്ണാണ്, ഒരു പെൺകുട്ടി പറയാണ്, അമ്മ എനിക്കൊരു മിഠായി വേണമെന്ന് പറയുമ്പോ, നീ പോയി മേടിക്കണ്ട, അച്ഛൻ കൊണ്ടുവരും, അല്ലെങ്കിൽ ആങ്ങളമാര് കൊണ്ടുവന്ന് തരും. സ്കൂളിൽ പോകുമ്പോ ആങ്ങളെ കൂട്ടിന് വരും, അല്ലെ? ഇനിയിപ്പോ ട്രിപ്പിന് പോകണമെന്നാണ്, ഈ സ്കൂളിൽ നിന്നും ട്രിപ്പിന് പോകണ്ട, കല്യാണം കഴിച്ച് കെട്ടിയവനൊപ്പം പോയാൽ മതി, ഹസ്ബൻഡിനൊപ്പം പോയാൽ മതി. എന്നും എപ്പോഴും ഒരാൾ കൂടെ വേണം എന്നൊരു ബിലീഫ് സിസ്റ്റം പെൺകുട്ടികൾ കൊടുക്കും. എന്നും അവർക്ക് ആ ബിലീഫ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും അവർ അതന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. എവിടെ കിട്ടാന്, എവിടെ ആര് കൊടുക്കാന്? കാരണം ആണുങ്ങൾ പഠിപ്പിച്ചത് വേറെ രീതിയിലാണ്. ഈ ആരും മൈൻഡ് ചെയ്യണ്ട, നിന്റെ കാര്യം നോക്കി പോയാൽ മതി, നിന്റെ വിഷമങ്ങളൊന്നും ആരും അങ്ങനെ പറയാൻ നിൽക്കരുത്, അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കരുത്, എന്ത് പ്രശ്നങ്ങളും വരും, അങ്ങനെ അങ്ങനെ ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മെച്ചുവേർഡ് ആയിട്ട്, ഭയങ്കര മെച്ചുവേർഡ് സെൽഫിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ആണുങ്ങൾ ഒരു സൈഡിലും വളർത്തി, ഒന്നിനും കൊള്ളാത്ത രീതിയിൽ പെണ്ണുങ്ങൾ ഒരു സൈഡിലും വളർത്തി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഇവര് വളർന്നു വന്നപ്പോ ഇവർക്ക് തമ്മിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരാൾ ഡൊമിനന്റ് ആവാൻ ശ്രമിക്കുന്നു, ഒരാൾ ഡൊമിനന്റ് അല്ല എന്ന് തോന്നിയിട്ടുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സിൽ ഇരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വരുമ്പോ ഇവരിങ്ങനെ ഇക്വാലിറ്റിയെ പറ്റി സംസാരിച്ചോണ്ട്. കാരണം ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി മനുഷ്യന്മാരാ, നമ്മളെല്ലാം മനുഷ്യന്മാരാ, ഓൾറെഡി ഈക്വലാ നമ്മളൊക്കെ. പിന്നെ ഇക്വാലിറ്റിനെ പറ്റി സംസാരിക്കുന്നത് നമ്മൾ ഈ റോൾസിലാണ്. ഇക്വാലിറ്റി നമ്മൾ സംസാരിക്കുന്നത്, അതായത് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ റോളിലാണ്. ആണ് എന്ന് പറയുന്ന റോള് ഞാൻ ആവാഹിച്ചു വെച്ചപ്പോ ഞാൻ ഒരു ആണാവാൻ തുടങ്ങി. ആണല്ലേ ഇയ്യൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിക്കുക, അല്ല ഈ ഒരു പെണ്ണല്ലേ, എനിക്കത് ചെയ്തൂടെ? പെണ്ണിനോട് എപ്പോഴും പറയും ക്ഷമിക്ക്, ഈ പെണ്ണല്ലേ ക്ഷമിക്ക്. നമ്മളൊന്നും ക്ഷമിക്കണ പോലും ഇല്ല, നമ്മൾ സഹിക്കുകയാണ് ചെയ്യണത്. ക്ഷമക്ക് എവിടൊക്കെയോ ആണ്. ക്ഷമനെ പറ്റി ഒന്നും ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയ കഴിയൂല, ക്ഷമക്ക് വേറെ എവിടെയൊക്കെ കിടക്കുന്നത്.
നത്തിങ് ബട്ട് സഫറിങ്. നമ്മൾ സഫർ ചെയ്യുവാണ്, ക്ഷമിക്കുകയല്ല, സഹിക്കുക നമ്മൾ. അല്ലെ, ഭൂമിയോളം സഹിക്കണം. ഭൂമി എവിടെ സഹിക്കുന്നത്? ഭൂമി അതിന്റെ പാടിന് ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മൾ സഹനം എന്ന് പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറ്റാച്ച്മെന്റ് ആണ്, ഓവർ കെയർ ആണ്, നമ്മൾ ഫോക്കസ്ഡ് ആണ്, പ്രോബ്ലത്തിൽ ഫോക്കസ്ഡ് ആണ്. ക്ഷമ എന്നുള്ളത് വേറൊരു യൂണിവേഴ്സാ. അതിലോട്ട് എത്തിപ്പെടാനൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ലവ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ഷമ എന്നുള്ളിടത്ത് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ഓവർ കെയറിലും സഫറിങ്ങിലൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ കിടന്നിട്ട് നമ്മൾ സൊല്യൂഷൻ തപ്പിക്കൊണ്ടിരിക്കുക. എവിടെ കിട്ടാൻ നമുക്ക് സൊല്യൂഷൻ? നമ്മൾ എവിടേക്കോ ഒരു ഫീല് കിട്ടും, നമുക്ക് എവിടേക്കോ നമുക്ക് സന്തോഷങ്ങൾ കിട്ടും. ഇതൊന്നും വേണ്ടെന്നല്ല. സൈക്കോ തെറാപ്പികൾ വേണം, എല്ലാം വേണം. പക്ഷെ ആദ്യം കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ ഇതാ: ഒരു അവയർനെസ്. ആ അവയർനെസ് ആണ് പാരന്റുകൾ നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ചേഞ്ചിൽ നിന്നാണ് കുട്ടികളിലേക്ക് ഈ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ കുട്ടിനെയാണ് കാരണം ഞാനൊരു മനുഷ്യനായാലും എനിക്ക് കുട്ടിനെ ഒരു മനുഷ്യനാക്കി വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിയിൽ ഞാൻ കമ്പാരിസൺ കൊണ്ടുവരൂല. ആ കുട്ടിയിൽ ഞാൻ ബിസിനസ് കൊണ്ടുവരൂല. ബിസിനസ് പറഞ്ഞ റിട്ടേൺസ് പ്രതീക്ഷിക്കൂല. ആ കുട്ടിയിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഇങ്ങോട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങൂല ഞാന്. കാരണം ആ കുട്ടിക്ക് എന്താണോ വേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു മനുഷ്യനാണല്ലോ, കുട്ടി ഒരു മനുഷ്യനാണ്. ഒരാണ് പെണ്ണ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ കൊടുക്കണ്ട. നാച്ചുറലി ആണാണോ അതിനനുസരിച്ച് വളർത്തുക, നാച്ചുറലി പെണ്ണാണോ അതിനനുസരിച്ച് അതിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനപ്പുറത്തോട്ട് ആണാണ് ആണാണ് ആണാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണാണ് പെണ്ണാണ് പെണ്ണാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പെണ്ണിന് ആണിനെ കാണാൻ ക്യൂരിയോസിറ്റി തോന്നുന്നു, ആണിന് പെണ്ണിനെ അറിയാൻ ക്യൂരിയോസിറ്റി തോന്നുന്നു. കാരണം ഞാൻ ആണല്ലേ, പെണ്ണ് ഓളല്ലേ, അപ്പൊ എനിക്കൊന്ന് കാണണം. കാരണം ഈ റോളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അതൊരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യൻ, എന്നെ പോലെ തന്നെയുള്ള ഒരു സാധനമാണ് അത്. അപ്പൊ എനിക്ക് ഇന്നെ നോക്കിയാൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് അതൊക്കെ തന്നെ അതിനുള്ളൂ എന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാവുന്ന പല സാധനങ്ങൾ നമുക്ക് കെട്ടഴിഞ്ഞു പോവാൻ കഴിയും. അതിലുപരി നമ്മൾ ഇതിനൊക്കെ പിടിച്ച് കുലുക്കിയിട്ട് വേറെന്തൊക്കെയോ സൈഡിലോട്ട് അങ്ങ് മാറ്റി. അപ്പൊ ഇതിന് ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു കുട്ടികളെ ഡീൽ ചെയ്യുന്നിടത്ത് കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്, കുട്ടികളിലേക്ക് ഇറങ്ങണം നമ്മൾ ആദ്യം. അപ്പൊ കുട്ടികളിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കുട്ടിയാവണം. അല്ലെ, ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് കുട്ടി ആയിട്ടിരിക്കണം. മൂന്നാമത്തെ റോള്, ആണ് പെണ്ണ് മനുഷ്യൻ ഇന്റൻഷൻ, ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത്. കുറേ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇനിയൊക്കെ സംസാരിക്കാനുണ്ടാവും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, കാരണം നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീരൂല. ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടല്ല ഞാൻ പോകുന്നത്. എല്ലാ ഏരിയ ഒന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം കൂടെ, ഒരു കാര്യം കൂടി കീഴിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ വലിച്ചു നീട്ടലാണെന്ന് പറഞ്ഞല്ലോ. ഈ വലിച്ചു നീട്ടലിൽ ഇപ്പൊ പല പഠനങ്ങളും പറയുന്നുണ്ട്, കുട്ടികൾ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു 2 വയസ്സ് 3 വയസ്സിലൊക്കെ കുട്ടികൾ പർപ്പസ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ പർപ്പസ് അവർ കാണിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ്, അവർക്ക് ആവാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്, അവരുടെ കഴിവുകളൊക്കെ അവർ ചെറുതായിട്ട്, കാരണം അവർ അത്രയും ക്രിയേഷൻ ഉള്ള ആളുകളാണ്, അവർ അത്രയും ഇമാജിനേഷൻ ഉള്ള ആളുകൾ. നമ്മൾക്ക് നമ്മളെ ഫീൽ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, നമുക്ക് നമ്മളെ ഒരു കണ്ണാടിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് സംതൃപ്തി എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് തോന്നുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കുട്ടികളൊക്കെ അതിന് എത്രയോ മേലെ കിടക്കുന്നത്. അവരെ തന്നെ ഭയങ്കര സെൽഫ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ തന്നെ ഭയങ്കര ഇഷ്ടം അവർക്ക്. അപ്പൊ ആ കുട്ടികൾക്ക് അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ കുട്ടികൾ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലെ. ചില കുട്ടികളൊക്കെ 5 വയസ്സാകുമ്പോൾ അവരപ്പോഴേ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെന്താണ് ഇതെന്താന്നൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് ഭയങ്കര അറിവ് തേടിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അച്ഛനമ്മമാർ എന്താ പറയാ അറിയോ, അതൊക്കെ ഇപ്പോഴുള്ള ഒരു ആവേശമാണ്, 10ാം ക്ലാസ് കഴിയുമ്പോൾ അതാണ് മാറും എന്ന് പറയും. അതായത് തുടക്കത്തിലേ കുട്ടി ഓൾറെഡി കാണിച്ചു തന്നു. എന്നിട്ട് കുട്ടിക്ക് കാണിക്കാത്തൊരു വഴിയിലൂടെ കുട്ടിനെ നടത്തിച്ച് അതുവരെ കുട്ടിക്ക് ഇല്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കുട്ടിനെ അങ്ങ് മോഡിഫൈ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 10ാം ക്ലാസ് പോയിട്ട് കരിയർ ഗൈഡൻസ് കൊടുത്തിട്ട് എന്ത് കാര്യമാണ് കുട്ടിക്കുള്ളത്? ആ കുട്ടിക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതോടെ കുട്ടി മോഡിഫൈഡ് ആയ കുട്ടിയാണ്. പിന്നെ ഇന്റലിജൻസ്, IQ നമ്മൾ ചെക്ക് ചെയ്യാൻ ചില ആളുകൾ പറയേണ്ട IQ അല്ലെ. IQ എന്ന് പറയുന്ന ഇന്റലിജന്റ് കോഷ്യൻ എന്ന് പറയുന്ന സാധനത്തിനെക്കാളും വാല്യുബിൾ ആയ ഒരു സാധനമുണ്ട്, EQ, ഇമോഷണൽ കോഷ്യൻ. ഇമോഷണൽ ആയ ഒരു സിസ്റ്റത്തെ ഡീറ്റെയിൽ ചെയ്യാൻ പഠിക്കണം. അവരുടെ ഇമോഷണൽ സ്റ്റേറ്റിന് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയ ഒരു സംഭവമായിട്ട് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും, നർച്ചർ ചെയ്യാൻ പറ്റണം.
അതാണ് വാല്യുബിൾ ആയ ഒരു സാധനം. കാരണം അത് ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ ഇമോഷണൽ ആയിട്ട് ഒരു പോകുന്ന ഒരു സ്പേസിനെ നമുക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇമോഷണൽ സ്റ്റേറ്റിനെ, ഒരു സ്പിരിച്വൽ സ്റ്റേറ്റിനെ നമുക്ക് എപ്പോഴും നമുക്കൊന്നിങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ എന്തൊക്കെ ലെവലിലൂടെ എത്തിയിട്ടും കാര്യമില്ല. അതൊന്നും അയാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല, കൺസിസ്റ്റന്റ് ആക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്റൻഷൻ വളരെ വേറെ നെഗറ്റീവിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ടോപ്പിക്കിൽ ഓരോ വാക്കുകളും അറ്റാച്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ അറ്റാച്ച്മെന്റ് കണക്ഷൻ, എന്നെ അറിയുന്ന കുറെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അറ്റാച്ച്മെന്റ് ആൻഡ് കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. രണ്ടാമത്തതാണ് കുട്ടിയായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിയായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് ഇത്രേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നുമല്ല, ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. രണ്ടാമത്തത് നമുക്ക് മൂന്നാമത് ഒരു മനുഷ്യനായിട്ടിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഓരോ ടോപ്പിക്കും ലവ് ആൻഡ് കെയർ, ഇതിങ്ങനെ പോകണം. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. ഇതിൽ നിന്നാണ് പിന്നെ കുട്ടികളുടെ നമ്മുടെ ഇപ്പൊ ഈഗോ ആയിക്കോട്ടെ, കമ്പാരിസൺ ആയിക്കോട്ടെ, പലതരത്തിൽ രോഗങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, കുട്ടികളെ വളർത്തുന്നേരത്തിൽ നിന്നാണ് കാര്യങ്ങളായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഡിജിറ്റൽ സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാത്തിലേക്കും പിന്നെ പറഞ്ഞു വിടാൻ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് പോയിന്റ് ഡീപ് ഡെപ്തിലോട്ട് പോയാൽ തന്നെ കിട്ടിത്തുടങ്ങും. ഓക്കെ, എല്ലാവർക്കും എന്തൊക്കെയോ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ഓക്കെ സർ, നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ കുട്ടികളെ ഇപ്പം ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു, ചെറിയ മക്കൾ എന്നൊക്കെ വിട്ടു കഴിഞ്ഞു. നമ്മളിപ്പോഴാണ് പാരന്റിങ് എന്താണെന്നും അല്ലെങ്കിൽ ഒരു നല്ല പാരന്റ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പോരായ്മകൾ നമ്മളെ കുട്ടികളിലും ഉണ്ടാവും. അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളെ കുട്ടികളെ നമ്മളെ അവരുടേതായ ഒരു ഇതിലോട്ട് നമ്മൾ കൊണ്ടുപോവുക? ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി അവർ മനസ്സിലാക്കേണ്ടത് എന്ത് ടൈപ്പ് ട്രോമകളാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ആ സമയത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്ന കുറെ ട്രോമകൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ ആ ട്രോമകൾ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോമ ഒക്കെ കുട്ടികളിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇപ്പൊ ഒരു എപ്പോഴും ഞാൻ പറയലുണ്ട്, ഒരു 14 അല്ലെങ്കിൽ ഒരു 15, 16 ഏജ് വരെയൊക്കെ ഈ ഒരു മോട്ടോർ ന്യൂറോൺ സിസ്റ്റത്തിൽ ഭയങ്കര ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം. അപ്പൊ 0 to 7 മാത്രമല്ല, ഒരു 14 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ് വരെയൊക്കെ അത് നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ചേഞ്ചിനെ നമ്മൾ സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ അതിനെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കുട്ടിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എത്തും. ചിലപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിങ്ങനെയല്ല, ചിലപ്പോൾ കുട്ടി നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത വേർഡ്സോ യൂസ് ചെയ്ത പാറ്റേൺ ഒക്കെ കുട്ടി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി, അല്ലെങ്കിൽ കുട്ടിക്ക് യൂസ് ചെയ്തത് ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഹാബിറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ഉണ്ടല്ലോ, നമ്മളൊരു പ്രോഗ്രാം മാറ്റിയിട്ട് റീപ്രോഗ്രാമിങ് ചെയ്യുക. അതായത് നമ്മൾ ഇതുവരെ ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് നിൽക്കുക. അപ്പൊ ദേഷ്യം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഓൾറെഡി ദേഷ്യം എനിക്ക് എന്നോട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കൊടുത്ത് എന്റെ ഉള്ളിലുള്ള ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിലെ ദേഷ്യത്തെ ഞാൻ ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ എന്നെ ഞാൻ സേഫ് ആക്കാൻ തുടങ്ങണം ആദ്യം. അപ്പൊ അതിൽ നിന്ന് തന്നെ കുട്ടിയിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടി ചിലപ്പോൾ ദേഷ്യം പിടിക്കും, ഭയങ്കര ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുക, കാരണം നമ്മൾ അതേ റിഫ്ലക്ഷൻ ആണ് കുട്ടിയിലേക്ക് ഉണ്ടാവുക. അപ്പൊ ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുക, കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒന്നുമില്ല. കാരണം കുട്ടിക്ക് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, കുട്ടി ഭയങ്കര മൂഡായിട്ടിരിക്കുന്ന, നല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്, കുട്ടിയെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ടൈമിലൊക്കെ പോയിട്ട് കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ സംസാരിക്കുന്നതിലൂടെ ആ കുട്ടീനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഈ പറയുന്ന മൈൻഡിന്റെ കുറെ കാര്യങ്ങൾ കയറുമ്പോൾ, അവയർനെസ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് റീപ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കുറച്ച് കൊടുക്കേണ്ടത് അഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്നും പോരാ, ഡെപ്തിലോട്ട് നമുക്ക് ഒരുപാട് പോകാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് നമ്മളിലുള്ള ആ ചേഞ്ചിൽ നിന്നാണ് കുട്ടിയിലേക്ക് ചേഞ്ച് വരുന്നത്. ഒരിക്കലും കുട്ടികളെ മാറ്റി നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മളെ ട്രോമാസ് ഒന്നും ഹീൽ ചെയ്യാതെ കുട്ടികളെ മാറ്റുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഒരിക്കലും അത് മാറുന്നില്ല എന്ന് മനസ്സിലാക്കണം. കാരണം അതുകൊണ്ട് തന്നെയാണ് പല കേസുകളിലും 99% ഹെറിഡിറ്ററി ആയിട്ട് തന്നെയാണ് എല്ലാം കിട്ടുന്നത്. രോഗങ്ങൾ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇമോഷണൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ, എല്ലാം കിട്ടുന്നത് ഹെറിഡിറ്ററി ആണ്. ജനറ്റിക്കൽ ആയിട്ട് നമുക്ക് കിട്ടുന്നു, ക്രോമസോമൽ ആയിട്ട് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ബിലീഫ് സിസ്റ്റം കൂടെ അതിന്റെ കൂടെ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിലുള്ള ചേഞ്ച് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് അത് ബ്രേക്ക് ആവും, അത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സർ. Okay, Yunus sir, a wonderful talker.
സാറ് പേരന്റിങ്ങിനകത്ത് സാർ പറഞ്ഞ പോയിന്റിൽ ഒറ്റ പോയിന്റ് എനിക്ക് വളരെ അട്രാക്ട് ചെയ്തു. അത് ചെടി വളരുന്നതിന് നമ്മൾ അത് നോക്കി നിൽക്കണ്ട, വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ മതി, അതങ്ങ് വളർന്നോളൂ. അതാണ് കറക്റ്റ് പോയിന്റ് ആണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഇപ്പോ കുട്ടിക്കാലത്ത് 2 വയസ്സ് വരെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കുട്ടി 300-400 തവണ ചിരിക്കും. പക്ഷേ പിന്നീട് എന്താ അത്, അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് 9-10 വയസ്സ് വരെയാണ്, ബിലീഫ് സിസ്റ്റം 14 വയസ്സ് വരെ. അപ്പം അത് വരുന്നതോടുകൂടി ഈ നെഗറ്റീവ്സ് സറൗണ്ടിങ്സിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത് പ്രോഗ്രാംഡ് ആയിപ്പോകും. അപ്പൊ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓക്കെ, താങ്ക് യു. എങ്കിലും സാറേ വളരെ നന്നായിരുന്നു, താങ്ക് യു വെരി മച്ച്. ആടെ ഇപ്പൊ ഒരു 14 വയസ്സായാലും 15 വയസ്സായാലും ഒക്കെ കുട്ടികളെ റീപ്രോഗ്രാമിംഗ് നമുക്ക് ആവശ്യമാണ്. അതായത് 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ റീപ്രോഗ്രാമിംഗ് ആവശ്യമാണ് നമുക്ക്. ചിലപ്പോ വൂണ്ടുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന വൂണ്ട് ആയിരിക്കണം എന്നില്ല കുട്ടിയിലേക്ക് പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മളിലേക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഇന്റൻസിറ്റി, നമ്മളിൽ ഉണ്ടാവുന്ന വൂണ്ടിന്റെ ഇന്റൻസിറ്റിനെക്കാളും ചിലപ്പോൾ വളരെ ഡെപ്തിലോട്ട് ആയിരിക്കും കുട്ടിയിലേക്ക് പോയിട്ടുണ്ടാവുക. സോ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നമുക്കൊരു 7 വയസ്സ് വരെ എത്ര ചെറിയ പ്രായമാണെങ്കിലും ഒരു റീപ്രോഗ്രാമിംഗ് കുട്ടിയിലേക്ക് കൊടുക്കണം. അതായത് മദറിന്റെ ഫാദറിന്റെ ചേഞ്ചിൽ നിന്ന് കുട്ടിയിലേക്ക് നമ്മളിപ്പോ ഞാൻ ചില കേസുകളിൽ കൊടുക്കുന്നത് നമ്മൾ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിലെ സറൗണ്ടിങ്ങിനെ ചേഞ്ച് ചെയ്യും. നമ്മൾ വീട്ടിൽ തന്നെ പല വിഷൻ ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യും, കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇതിന് മാറ്റും. കുട്ടീന് എന്താണോ വേണ്ടത്, ഇവർക്ക് കുട്ടീന്റെ ക്വാളിറ്റി എന്താണോ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കുട്ടീനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ വീടിന്റെ സറൗണ്ടിങ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ കുട്ടി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും, കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. ആ സ്നേഹിക്കാനുള്ള കുട്ടിക്ക് ആ ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു സിസ്റ്റത്തിനെ മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. കാരണം നമ്മൾ ആഗ്രഹിച്ച എന്തൊക്കെയോ ആണ് കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനെ നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു മെന്ററിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇപ്പോഴും നമുക്കൊരു പാരന്റിങ് എന്ന് പറയുമ്പോൾ, പാരന്റ് എന്ന് പറയുമ്പോൾ, എന്റെ കുട്ടി എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാൽ ഒരു 10-15%, 20% ഒരു അറ്റാച്ച്മെന്റോട്ട് നമ്മൾ പോകും. നമ്മൾ ഓവർ കൺസേൺ ആവും ചില കേസുകളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. പ്രോബ്ലം ബേസ്ഡ് നമ്മൾ എപ്പോഴും ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ഒരു എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യൽ അത്യാവശ്യമായിരിക്കും. ഒരു മെന്റർ നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കുട്ടികൾക്കും വേണ്ടത് ആവശ്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഹായ് സർ, വളരെ നല്ല സെഷൻ ആയിരുന്നു സർ. ഇപ്പൊ പറഞ്ഞില്ലേ 2-3 വയസ്സിൽ നമുക്ക് കുട്ടികളുടെ എന്തായി തീരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന, അതെങ്ങനെയാന്ന് ഒന്ന് പറയൂ? മനസ്സിലായില്ല. വളരെ ചെറുപ്പത്തിൽ 2-3 വയസ്സിൽ തന്നെ കുട്ടികൾ ഇപ്പൊ ഓക്കെ. അതായത് എന്താണ് 2-3 വയസ്സിലൊക്കെ ഇവർ പർപ്പസുകൾ കാണിക്കുമെന്ന് പറയുന്നത് ഇവർക്ക് ഓൾറെഡി ഉണ്ടായി, ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് ടാലന്റ്. അതായത് ഇൻബിൽട്ട് എന്ന് പറയുന്നത് ഇവർ ഓൾറെഡി ഇവർക്ക് ഇഷ്ടപ്പെടും, ഇവർ ഇമാജിനേഷനാണ്. അതായത് കുട്ടികൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്നതല്ല കുട്ടികൾ കാണുന്നത്. നമ്മൾ കാണുന്നതിന് ബിയോണ്ട് ദ ലൈൻസ് കുട്ടികൾക്ക് കാണാൻ പറ്റും. അതിൽ അത്രയും ഊർജ്ജമുണ്ട്, അവർക്ക് അത്രയും ഭയങ്കര പോസിറ്റിവിറ്റി അവരുടെ ഉള്ളിലുണ്ട്. സോ അവരെല്ലാ വിഷയങ്ങളും അട്രാക്ട് ചെയ്യും. നമ്മൾ അട്രാക്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ ബിലീഫ് സിസ്റ്റം ഒക്കെ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ കയറുന്നതും, അവരിങ്ങനെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ഇവർ എന്തായതാ ഈ കോഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചിന്തകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ റീസണിങ് തുടങ്ങുന്നുണ്ട്. അതെന്താ ഇതെന്താ ഇതിൽ നിന്നൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠനങ്ങളിൽ നിന്ന് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ ഇവർ കാണിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് സൈൻ കാണിക്കുന്ന പറഞ്ഞത്, അല്ലെ പർപ്പസ് ഇവർ പറയുന്നല്ല പറഞ്ഞത്. ആ പർപ്പസിലേക്ക് പോകേണ്ട രീതികൾ, സൈനുകൾ ഇവർ നമുക്ക് കാണിച്ചു തരും. നമ്മളത് ബോധവരല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇവർ കാണിക്കുന്നുണ്ട് ഓൾറെഡി. ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുക. ഇവർക്ക് ഇഷ്ടപ്പെട്ട കഥകളായിരിക്കും ഇവർക്ക് കേൾക്കേണ്ടി വരിക. അപ്പൊ ഇവരെ ടേൺ ആ ഒരു 2-3 വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യത്തെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ഭയങ്കര കളിയായിരിക്കും, സ്പോർട്ട് ടൈപ്പ് ആയിരിക്കും അത്. ആ ടൈമിൽ ആ സ്പോർട്ടിനെ നമ്മളൊന്ന് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അവരുടെ സ്ഥലം, അവരുടെ പ്ലേസ് അതാണ്. അതിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കണം. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആണ്. ആ സമയത്ത് ഇവർ ഉണ്ടാക്കി വെക്കുന്ന എക്സ്പീരിയൻസ് വളരെ പവർഫുൾ ആണ്. കാരണം അത് പിന്നെ ഇപ്പൊ മെസ്സിനൊക്കെ നമ്മൾ പറയുന്നുണ്ട്, മെസ്സിയൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നുള്ളൂ. ആ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും ഡെപ്തിലോട്ട് ചെറിയ കുട്ടിയായ സമയത്തെ ആ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളിലുള്ളതുകൊണ്ടാണ് മെസ്സിക്ക് ഇപ്പോഴും ഇതൊരു റെസ്പോൺസിബിൾ ആവാൻ തോന്നാത്തത്, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത്, ഒരു ടെൻഷൻ ഫീൽ ചെയ്യാത്തത്, പേടിയില്ലാത്തത്. കാരണം കളിക്കുമ്പോൾ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയല്ല, സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഈ പറയുന്ന ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഡ്രൈവ് ചെയ്യുന്നതിൽ
എന്തൊക്കെയാണോ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന എക്സ്പീരിയൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്നൊരു സൈൻ കിട്ടുമ്പോൾ അതിനെ കൃത്യമായി ഡീകോഡ് ചെയ്ത് നമ്മൾ അതിനെങ്ങനെ പ്രോസസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു എക്സ്പീരിയൻസ് ആക്കി നിലനിർത്താൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ കുട്ടി അതിനെ തേടിയിട്ട് തന്നെ പിന്നെ പോവുള്ളൂ. കാരണം നമ്മൾ എവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടി അതിലോട്ട് തന്നെ പിന്നെ പോകും. എത്രയോ കുട്ടികളുണ്ട് 5 വയസ്സ് 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഉറപ്പിച്ച് പറയും എനിക്ക് ഇന്നതാവണം, എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് പറയുന്നത് അവർ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു സാധനത്തെ എപ്പോഴേക്കോ ഫാമിലി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കേസിലുണ്ടായി 2 വയസ്സിൽ കുട്ടി വരച്ചൊരു ചിത്രം, ആ ചിത്രത്തിന് ഭയങ്കര രസമാണ്, ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തതിന് ശേഷം ആ കുട്ടി ഇപ്പൊ ലാസ്റ്റ് ഏതോ ഒരു വരച്ച ഇപ്പൊ ഒരു 10-25 വയസ്സ് അങ്ങനെ ആയിട്ടുണ്ട്. അത് ഏകദേശം 1 മില്യണോ 2 മില്യണോ ഡോളറിനാണ് വിറ്റുപോയത്. അതായത് അന്ന് ആ കുട്ടി വരച്ച ആ ഒരു സാധനത്തിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ആ കുട്ടി ഇന്ന് എത്തിപ്പെട്ടത് അത്രയും ഹൈ ലെവലിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, കുട്ടികൾ നമുക്ക് എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്, നമ്മളാണ് ഒബ്സർവ് ചെയ്യാറ്. നമ്മൾ നല്ലൊരു ഒബ്സർവർ ആവണം. കുട്ടികളിലേക്ക് നമ്മൾ പോകുന്ന കുട്ടിയായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഒബ്സർവറും കൂടി ആവണം. നല്ലൊരു ലിസണർ ആവണം എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു ഒബ്സർവറും കൂടി ആവണം. സർ സർ ഈ സബ് കോൺഷ്യസിനെ നമുക്ക് ഏത് പ്രായത്തിലും റീപ്രോഗ്രാം ചെയ്തെടുക്കാലോ. അതുകൊണ്ടാണല്ലോ എങ്ങനെ കേട്ടില്ല നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. കേട്ടില്ല കുട്ടിയായിരിക്കുമ്പോ മാത്രമല്ലല്ലോ, സബ് കോൺഷ്യസിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും റീപ്രോഗ്രാം ചെയ്തെടുക്കാലോ, ഓ അഡൽട്ട് എപ്പോ ആണെങ്കിലും. എപ്പോഴും ചെയ്യാം. അതുകൊണ്ടാണല്ലോ. നമ്മള് പാരന്റിങ് പറഞ്ഞുകൊണ്ട് കുട്ടിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഹലോ സർ, അതുകൊണ്ടാണല്ലോ CBT ഒക്കെ ഇപ്പോഴും നമുക്ക് വർക്കിംഗ് ആവുന്നത്. അതെ കുട്ടികളിൽ പ്രോഗ്രാമിംഗ് എന്ന് ഏത് പറഞ്ഞുകൊണ്ടാണ് പ്രായത്തിലും ഞാൻ ചോദിച്ചത്. ഏത് പ്രായത്തിലും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ കുട്ടികൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച സാധനമാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നുകൂടെ പവർഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോൾ അത്രത്തോളം പവർഫുൾ കിട്ടൂല നമുക്ക്. നെറ്റ്വർക്ക് ഒന്നുകൂടി പറയാവോ പ്ലീസ്? അതായത് കുട്ടികളുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ ആ സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതോട് തന്നെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പവർഫുൾ ആയ ഒരു സബ് കോൺഷ്യസ് എനർജി പോലെ അല്ല. ഒരുപാട് ട്രോമകൾ കിട്ടി നമ്മൾ അതിനൊക്കെ ഹീൽ ചെയ്ത് രണ്ടാമത് ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എനർജിയിൽ വ്യത്യാസങ്ങളുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ. അതിനർത്ഥം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നല്ല. പ്രോഗ്രാം ചെയ്യാം, നമുക്ക് മാനേജ് ചെയ്യാം, നമുക്ക് മാറ്റങ്ങൾ വരുത്താം, എല്ലാം ചെയ്യാം. ബട്ട് കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള ചേഞ്ച് നമ്മൾ ഈ ഒരു സമയത്തുള്ള ചേഞ്ചിനായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് പാരന്റ്സ് ഒക്കെ വർക്കിംഗ് അല്ലേ, അപ്പൊ ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലാക്കിയിട്ട് വർക്കിന് പോകുമ്പോ അവരുടെ വളർച്ചയിൽ എന്തെങ്കിലും അവരെ ബാധിക്കുന്നുണ്ട്? വല്ലാത്തൊരു ടോപ്പിക്കാണത്. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ, കുട്ടികളെ നമ്മൾ ഈ പറയുന്ന റെസ്പോൺസിബിൾ ആവുന്ന സമയത്ത് നമ്മളെ പ്രയോറിറ്റി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. എനിക്കൊരു കുട്ടിനെ വേണം. എനിക്കൊരു കുട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് എന്തിനാന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ജോലിക്ക് പോകുന്നത് ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ. എന്റെ മാത്രം സ്റ്റെബിലിറ്റി ആണോ, ഫാമിലിയുടെ സ്റ്റെബിലിറ്റി ആണ്? ഫാമിലിയുടെ സ്റ്റെബിലിറ്റി ആണ് ചിലപ്പോൾ ആ സമയത്ത് കുറച്ച് കാലത്തേക്ക് ഒരാൾ മാത്രം ജോലി ചെയ്താൽ മതിയെങ്കിൽ ഒരാൾ ജോലി ചെയ്യുക, ഒരാൾ വീട് നോക്കുക. അത് ആർക്കും ചെയ്യാം. അപ്പോൾ അമ്മ എന്ന് പറയുന്നതിന്റെ വാല്യൂ എവിടെ കിടക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ലവ് കെയർ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ലവ് കെയർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള ഒരാൾ അമ്മ മാത്രം. ആ ഒരു പോയിന്റിലേക്ക് വേറൊരാൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് ഇതുവരെ എവിടെയും തെളിയിക്കപ്പെട്ട ഒരു സാധനമല്ല. അതായത് ആ റീപ്ലേസിങ് നടന്നിട്ടില്ല. നമുക്ക് അതുപോലെ വേറൊരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ട് ഒരിക്കലും ആ അമ്മ കൊടുക്കുന്നത്, കാരണം അമ്മ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരേ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് കുട്ടി ജനിക്കുന്നത്. നമ്മൾ അതേ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് കുട്ടി ജനിക്കുന്നത്. ആ ജനിക്കുന്ന കുട്ടി ഒരു 10 മാസം വളർച്ച വരുന്നത് വരെയുള്ള കുട്ടിയുടെ ചേഞ്ചസ് മൊത്തം എന്റെ ശരീരത്തിൽ നിന്നുള്ളതാണ്. എന്റെ ബ്ലഡിൽ നിന്നും എല്ലാം എന്നിൽ നിന്നാണ് കൊടുക്കുക. അത്രയും ഭയങ്കര പവർഫുൾ കണക്ഷനില്ല അമ്മ കുഞ്ഞ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുഞ്ഞ് ഒരു പ്രത്യേകിച്ച് ഞാൻ പറയുന്ന സമയം ആ പാലുകൂടി മാറുന്ന സമയം വരെ അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും ആ കുട്ടിയിലേക്കുള്ള ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ആ 2 വർഷം വരെയുള്ള സമയത്തെങ്കിലും ആ കുട്ടിയുടെ ഒരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അമ്മയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് വേണം എന്ന് മനസ്സിലാക്കിയ ഒരാളെ കുട്ടിയെ ജനിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു കുട്ടി എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഡിസൈഡ് ടു ഹാവ് എ ചൈൽഡ്. ഫാമിലി പ്ലാനിങ്, പ്രീമറൈറ്റലും പോസ്റ്റ് മറൈറ്റലും ഫാമിലി പ്ലാനിങ്ങിൽ പറയുന്ന ഒരു കാര്യം, ഡിസൈഡ് ടു ഹാവ് എ ചൈൽഡ്. എനിക്കൊരു കുട്ടി വേണമെന്ന ആഗ്രഹത്തിൽ നിന്നായിരിക്കണം. എനിക്ക് ആ കുഞ്ഞിനെ
നല്ലൊരു മനുഷ്യനാക്കി വളർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നായിരിക്കണം എനിക്ക് ആ കുഞ്ഞ് ജനിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാർ പറഞ്ഞിട്ടോ, വീട്ടുകാർ പറഞ്ഞിട്ടോ, കെട്ടിയോൻ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ, ഇതിൽ നിന്നല്ല എനിക്ക് ആ ഒരു ഡിസയർ വരേണ്ടത്. എനിക്ക് വേണ്ടിയിട്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ കുഞ്ഞിന് വേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ പ്രയോറിറ്റി കുഞ്ഞാണ്. ഓക്കെ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ആ ഒരു അമ്മ ചിലപ്പോൾ ജോലി ചെയ്തേ പറ്റൂ. ആ ഒരു പോയിന്റിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം അവിടെ അതിൻ്റെതായ കുറവുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ബട്ട് നമുക്ക് ഭാവിയിൽ മാറി, കാരണം വേറെ സിറ്റുവേഷൻസ് ഇല്ല. നേരെ മറിച്ച് സിറ്റുവേഷൻ ഉണ്ട്, വേറെ വകുപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ. സാറേ നമസ്കാരം. നമസ്കാരം. വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു സെക്ഷൻ. അപ്പോൾ ഈ ഒരു നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുമ്പോൾ തിരിച്ച് അവരുടെ ഉത്തരവാദിത്വം കൂടി അവർ നിറവേറ്റണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അവിടെ വരും എന്നുള്ളതാണോ സാറ് മീൻ ചെയ്തതെന്നാണ് സംശയമുള്ളത്? അതെ. അപ്പൊ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആണ് അവിടെ വേണ്ടത്, അതാണ് ഒന്നാമത്തെ അല്ലേ? അതായത് നമുക്ക് ഞാൻ ചില കേസുകൾ പറയുന്നത്, നമുക്ക് ഇപ്പൊ ഫാമിലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ഇപ്പൊ വൈഫ് പറയാണ് ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കൂല എന്ന് പറയാം, ഹസ്ബൻഡ് പറയാൻ ജോലിയൊന്നും ചെയ്യൂല. അപ്പൊ ഇവിടെ ഒരു ലവ് എന്ന് പറയുന്ന സാധനത്തിന് എക്സ്പെക്ടേഷൻസ് ഇല്ല, റെസ്പോൺസിബിലിറ്റി കാണുന്നത് എക്സ്പെക്ടേഷൻസ് വരും. അത് ഞാൻ ഭാര്യയാണ്, അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ. ഞാൻ ഭർത്താവാണ്, അപ്പൊ ഞാൻ വരുമ്പോൾ നീ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചോണം, അല്ലെങ്കിൽ നിന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ മറ്റൊരാൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ റോളിൽ നിന്നാണ് വരുന്നത്. ഒരു സുപ്പീരിയറ്റ് ഈഗോ എനിക്ക് ക്രിയേറ്റ് ചെയ്യും. ആണുങ്ങളിൽ ചിലപ്പോൾ സുപ്പീരിയറ്റ് ഈഗോ വരുമ്പോഴാണ് ഡൊമിനന്റ് ആവുന്നത്. അപ്പൊ ആ ഡൊമിനൻസ് വരുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ നീ ചെയ്തിരിക്കണം. ഞാൻ ജോലിക്ക് പോയി ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, നീ വീട് നോക്കി മക്കളെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഈ റോൾ കൈമാറ്റിൽ നിന്നാണ് ഈ പറയുന്ന ഒരു വാക്കുകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ ഡെവലപ്പ് ആവുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പൊ റെസ്പോൺസിബിൾ ആവുക എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആവണ്ട എന്നല്ല, ആ റെസ്പോൺസിബിലിറ്റി ആവേണ്ടടുത്ത് റെസ്പോൺസിബിൾ, അല്ലാത്തടത്തൊക്കെ ഇതൊക്കെ നമുക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് ഇതിപ്പോ എന്താ ഇന്ന് ഞാൻ തന്നെ ഇയാൾ കൂടെ ഒന്ന് ചെയ്തുകൂടെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്ന റെസ്പോൺസിബിൾ ആയതുകൊണ്ട്. ഹസ്ബൻഡ് വിചാരിക്കും എന്നും ഞാൻ തന്നെ ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ടുവരുന്നത്, കുറച്ച് കുറച്ച് ദിവസം അവള് പോട്ടെ, ഞാൻ വീട്ടിൽ ഓർത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത് രണ്ടുപേരും അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെന്തിനാ കല്യാണം കഴിച്ച്? അപ്പൊ ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നവർക്ക് ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിന് ഇന്റൻഷൻ മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി കല്യാണം കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവുക. ഇതേപോലെ എന്തിനൊക്കെയോ വേണ്ടി കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വരുന്നത് ഡിസൈഡ് ടു ഹാവ്, എനിക്കൊരു കുട്ടി ജനിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മീൻ ചെയ്തോ പഠിച്ചിട്ടോ ആയിരിക്കില്ല ഇത് വന്നിട്ടുണ്ടാവുക. എന്തൊക്കെയോ ചെയ്ത് കൂട്ടി, ആരുടെയൊക്കെയോ വാക്കുകൾക്ക് അനുസരിച്ച്, ആർക്കൊക്കെയോ ഇമോഷണൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, വേറെ ആരൊക്കെയോ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ജനിച്ചു. അപ്പോൾ നമുക്ക് വേണം എന്നൊരു തോട്ടം എന്നല്ല. അപ്പൊ കുഞ്ഞിനെ നോക്കുന്നോടത്ത് പിന്നെ ഭയങ്കര റെസ്പോൺസിബിൾ ആവാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാതും എനിക്കൊരു ബുദ്ധിമുട്ട്, രാത്രി ഉറക്കമൊഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള വാക്കുകൾ കേൾക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം എന്റെ പ്രയോറിറ്റി എന്തായിരുന്നു, അതിലേക്ക് പോകണം. അത് പോവാതെ ഞാൻ മനസ്സിലാക്കിയത് റെസ്പോൺസിബിൾ ആവുമ്പോൾ, നമ്മൾ റെസ്പോൺസിബിലിറ്റി മാത്രം കൈ പിടിച്ച് ഒരു മുതലാക്കി വെക്കുമ്പോൾ നമ്മൾ എല്ലാത്തുനിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കും. മറ്റേത് നമുക്കൊരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്ന ഹസ്ബൻഡ് വരും, ഹസ്ബൻഡും കൂടെ നിന്ന് സഹായിക്കും. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്ടേഷൻസ് ഇല്ല. സോ ഇവർക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ലാതാവുമ്പോൾ തന്നെ മനുഷ്യനായി മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പുറമുള്ള ഒരാൾ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വൈഫിന് ഭക്ഷണം ഉണ്ടാക്കില്ല, വൈഫ് പറയാണ് മക്കള് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കറിയാം എന്റെ മകൻ എന്താ, അവളെന്താ, അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഓക്കെ ഞാൻ പറയുന്നത് വേണ്ട നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ അത്ര സിമ്പിൾ ആയിട്ട് തീരേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വിഷയങ്ങളിൽ. അപ്പൊ അത്രത്തോളം സിംപ്ലിസിറ്റിയിൽ നമ്മൾ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റാത്തത്, ചില വിഷയങ്ങൾ നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന, ഈ ഊതി വീർപ്പിക്കുന്നത് ഈ പറയുന്ന റോൾസ് ഉള്ളതുകൊണ്ടാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അവിടെ നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്, ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്കും കൂടെ വേണ്ടിയിട്ട്, അപ്പൊ എന്റെ കുടുംബത്തിനും കിട്ടും. അങ്ങനെ രണ്ടുപേരും ജോലിക്ക് പോകാം, അതിനൊന്നും കുഴപ്പമില്ല. അത് ജോലിക്ക് അതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷെ ഇതിൽ ആ ബാലൻസ്ഡ് ഫാമിലി ഉണ്ടായിരിക്കണം. രണ്ടുപേരും ജോലിക്ക് പോയി രണ്ടുപേരും എന്തും ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് ചെയ്യാം, പക്ഷെ ഫാമിലി ബാലൻസ്ഡ് ആയിരിക്കണം. അത് രണ്ടുപേരുടെയും ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ബോധ്യത്തിൽ ഉണ്ടാവണം, കോൺഷ്യസ്നെസ്സിലുള്ളതാണ് ബാലൻസ്ഡ് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്.
ഓക്കെ സാർ, താങ്ക് യു. പിന്നെ അന്നത്തെ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് അല്ല, ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ 2 പ്രധാനമായിട്ടുള്ള ഭയങ്ങൾ ഉണ്ടാവുക എന്നുള്ള വായിച്ചുള്ള ഒരു അറിവുണ്ട്. അത് എത്ര കണ്ട് ശരിയാണെന്നുള്ളതാണ്. ഒന്ന് ഉയരത്തിനെ പേടി, ഒന്ന് ശബ്ദത്തിനെ പേടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്തുന്നുണ്ട്. കാരണം കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, നമ്മളൊരു ആൻസിസ്റ്റോറിയൽ ഫോബിയകൾ കുറെ ഉണ്ട് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. പണ്ട് മനുഷ്യന്മാർ സ്റ്റോൺ ഏജിലൊക്കെ ഉള്ള സമയത്ത് അവരുടെ പേടികൾ, അന്ന് ഇരുട്ടിനെ പേടിയായതുകൊണ്ട് ഇന്നും മനുഷ്യന്മാർക്ക് ഇരുട്ടിനെ പേടിയാവുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. ബട്ട് നല്ലൊരു ശതമാനം ഇപ്പൊ ഈ അടുത്തൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടന്നു, കുട്ടികളിലേക്ക് പാമ്പിനെയൊക്കെ കടത്തി വിട്ടിട്ട് കുട്ടികൾക്ക് പേടിയൊന്നുമില്ല. കാരണം അത് ആദ്യമായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ ആ ഒരു ആൻസിസ്റ്റോറിയൽ പേടികൾ എന്നൊക്കെ പറഞ്ഞത് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ, ആക്റ്റീവ് അല്ല അതൊന്നും. ബട്ട് ആ ഇരുട്ടിനെ നമ്മൾ പേടിപ്പിച്ചു കൊടുത്താൽ കുട്ടി പേടിച്ചോളും. പിന്നെ കുട്ടി ആ പഴയലോട്ടാ പോകും. അതായത് ആ ആക്റ്റീവ് ആക്കുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് തീരെ പേടിയായിട്ട് അത് തൊട്ടിപ്പോ പൊള്ളിയപ്പോ മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്തപ്പോൾ മാത്രമാണ് നമുക്ക് പേടി, അല്ലാതെ പണ്ടെങ്ങാനും പേടിച്ചതിന്റെ ഭാഗമായിട്ട് പേടിച്ചോന്നല്ല. അപ്പൊ നമ്മൾ പേടിക്കുന്നത് നമുക്കത് അനുഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പേടിക്കുന്നത്. ആ പേടി ഒരു പ്രോഗ്രാം ആക്കി വെക്കുക, അല്ലെങ്കിൽ പറയലുകൾ. അപ്പൊ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് ഡിനോസർ വരട്ടോ, മറ്റേത് വരട്ടോ, ഇത് വരട്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതിന്റെ ഫേസ് ഒരു പേടിയായിട്ട് ഫോം ചെയ്ത് തുടങ്ങും. അപ്പൊ ആ പ്രോഗ്രാമാണ് പിന്നെ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളും കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന അറിവുകളും വെച്ചിട്ട് തന്നെ കുട്ടികൾക്ക് പേടി തുടങ്ങുന്നത്. അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് അത് കാണുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഫീൽ ചെയ്യില്ല. പലതരത്തിൽ എക്സ്പെരിമെന്റിൽ നടന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ട് തോന്നിയത് ഇതാണ്. കാരണം ഈ ആക്റ്റീവ് അല്ല, എല്ലാ പേടികളും നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതൊന്നും ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആക്കാം, നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് ആക്റ്റീവ് ആക്കാം ഇതൊക്കെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ. ഓ ചോദിച്ചോളൂ. ഇപ്പം നമ്മള് ഒരു കുട്ടിയുടെ എല്ലാ ലെവലും നോക്കണമെന്ന് പറയത്തില്ലേ? ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇത് കണ്ടതാണ്, പേരൻസ് നോക്കും, ഓക്കെ ഫുഡ് കഴിച്ചു, ഉറങ്ങി, കുറച്ച് പഠിച്ചു, ഓക്കെ ദാറ്റ് ഈസ് ഫൈൻ ഫോർ ദം എന്നുള്ള ഒരു ഇതായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ അവയർനെസ് വരുമ്പം കൊഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ, പിന്നെ സെൻസറി സ്റ്റിമുലേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കുട്ടികളിലേക്ക് കുറെ കാര്യങ്ങൾ ഇൻപുട്ട് കൊടുക്കത്തില്ലേ കൊച്ചുകുട്ടിയായിരിക്കുമ്പം. അപ്പം അത് സാറിന്റെ ഒരു കൺസെപ്റ്റില് ഓവർ സ്റ്റിമുലേഷൻ ആണോ, അതോ അതൊരു ഡെവലപ്മെന്റിന്റെ ഒരു പ്രോഗ്രസീവ് പാർട്ടാണോ? ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം. കുട്ടികളെ നമുക്ക് മോൾഡ് ചെയ്യുന്നോടത്ത് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസും ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ആവശ്യമാണ്. അതൊന്നും ഒരു ഓവർ സ്റ്റിമുലേഷനിൽ പെടുന്നില്ല. പക്ഷെ കുട്ടിയുടെ ഇഷ്ടത്തെയും കുട്ടിയെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടീനെ നമ്മൾ ഓവർ എന്താ പറയുക സാച്ചുറേറ്റഡ് ഫോമിലോട്ട് കൊണ്ടെത്തിക്കാതെ നോക്കിയാൽ മതി. കുട്ടിയുടെ എല്ലാ ഫോമിനെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സൈക്കോളജിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ സ്റ്റേറ്റുകളൊക്കെ നമുക്ക് സ്റ്റിമുലേറ്റ്, സോഷ്യൽ സ്റ്റേറ്റ്, അങ്ങനെ വേണ്ട എല്ലാ സ്റ്റേറ്റിന് സെൽഫിനൊക്കെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സെൻസറി ആൻഡ് മോട്ടോർ സിസ്റ്റത്തെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊന്നും കുഴപ്പമില്ല. ആക്ച്വലി അതൊരു പേരൻസിന് കൂടുതൽ ഒരു എന്താ പറയുന്ന ഒരു യൂഷ്വലി ഉള്ളതിനെക്കാട്ടിലും ബേർഡൻ ആൻഡ് ഫറ്റീഗ് ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ ബേസിക്കലി വരുമ്പം? മനസ്സിലായില്ല, ഒന്നുകൂടെ. നമ്മൾ ആക്ച്വലി ഇത് സൊസൈറ്റിയെ ഫോളോ ചെയ്യുന്നതാണ് അല്ലേ, ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നത്. അപ്പം അത് കുറെ പേര് അത് ചെയ്യുമ്പോൾ വി ഷുഡ് ഡു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു പോയിന്റിലോട്ട് എത്തിക്കരുത്. അങ്ങനെ ഒരു പോയിന്റിലോട്ട് എത്തിക്കരുത്. അതായത് നമ്മൾ കുട്ടിയിലേക്ക് ഇത് കൊടുക്കേണ്ട ഒരു സാധനമാണോ? അങ്ങനെ ഇപ്പൊ എന്റെ മകനൊക്കെ വളർന്നു വരുന്ന സമയത്ത് തന്നെ അവനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അവൻ ഓൾറെഡി ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ ഹൈപ്പർ ആക്റ്റീവായ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, ഡോക്ടർ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവനെ കൂടെ അങ്ങ് കളിച്ചാൽ മതി, അത് തീരും. കാരണം അവനെ നമ്മൾ മാക്സിമം നല്ല ഹൈപ്പർ ആക്കി അവന്റെ എനർജി ലിബറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവന് കുറച്ചുകൂടി ഓവർ സ്റ്റിമുലേഷൻ വേണ്ടി വരും. അങ്ങനെ ഓവർ സ്റ്റിമുലേഷൻ വേണ്ടാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഓവർ സ്റ്റിമുലേഷൻ കൊടുക്കാനും പാടില്ല. അപ്പൊ അത് ഓരോ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. എന്റെ കുട്ടിക്ക് അത് വേണോ, അത് എനിക്ക് ഫീൽ ചെയ്യണം, എനിക്ക് മനസ്സിലാവണം, ഞാനൊരു എക്സ്പേർട്ടിനെ കാണണം, അങ്ങനെ കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം എന്തൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന്. അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയും വീഡിയോസും കണ്ടിട്ട് ഓരോന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആക്ച്വലി നമുക്ക് ടു മച്ച് ഓഫ് ഇൻഫർമേഷണൽ ബേർഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ നമ്മൾക്ക് ആക്ച്വലി അത് നമ്മൾക്ക് സ്ട്രെസ് നമ്മൾക്ക് വരികയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ഗിൽറ്റി ഫീലിംഗ് ഇല്ലേ, ഓക്കെ ഇത് കൊടുക്കാത്തോണ്ട് എന്റെ കുട്ടി പുറകിലായി പോകുമോ, ആ ഒരു
ആ ഒരു ഇത് അല്ല ഇപ്പം എന്താ നേച്ചറുമായിട്ട് ഇത് ചെയ്യണം. പക്ഷെ പലർക്കും ആ ഒരു സിറ്റുവേഷൻ നമുക്കെല്ലാം മീറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പൊ അതിന് ആ ക്വാളിറ്റി എല്ലാ ക്വാളിറ്റീസും അല്ല ഒരാൾക്ക് തന്നെ കൊടുക്കണം എന്ന് ഒരിക്കലും തീരുമാനം കൊടുക്കരുത്. നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് കൊടുക്കാം അത് ആലോചിച്ചാൽ മതി. ഓക്കെ സർ, താങ്ക് യു. സർ ഒരു ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. സർ നമ്മള് കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരോട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് സം പോയിന്റ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ദേഷ്യം വരുമല്ലോ. അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം? അതൊരു വാസ്റ്റ് ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഷോർട്ടായിട്ട് എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരോട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ഫുഡൊക്കെ ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് അവർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെ അവര് ഓവർ കുസൃതി കാണിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ദേഷ്യം നമ്മൾ എത്ര വരരുതെന്ന് വിചാരിച്ചാലും അത് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നോ നമുക്ക് ദേഷ്യം വരുന്നുണ്ടോന്നോ. അപ്പൊ ഇവിടെ കുട്ടികളിലേക്ക് ഈ പറയുന്ന കുട്ടികൾ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല, അവർക്ക് ഞാൻ വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതെല്ലാം ഫിസിക്കൽ വേൾഡിന്റെ കാര്യമാണ് പറയുന്നത്, എഫക്റ്റുകളാണ് ഇതൊക്കെ. കോസ് ആൻഡ് എഫക്ട് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എഫക്റ്റുകളാണ് നമ്മളിപ്പോ ഈ പറയുന്നതൊക്കെ. കോസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നടക്കുന്നത്, ഈ പറയുന്ന ചില കാര്യങ്ങൾ നടന്നതിനെ പറ്റി നമ്മൾ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഫിസിക്കൽ വേൾഡാണ്, മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു സാധനമാണ്. മെറ്റീരിയലിസ്റ്റ് ആയ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം, കാരണം നമ്മൾ ഇമോഷനായിട്ട് ബന്ധമില്ല, ഒക്കെ നമുക്ക് കൊടുക്കാം. പഠിപ്പിക്കാം, ഇച്ചിരി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യിപ്പിക്കാം. ഈ കരാട്ടെ പഠിപ്പിക്കണോ കരാട്ടെ പഠിപ്പിക്കാം, സ്വിമ്മിങ് പഠിപ്പിക്കണോ സ്വിമ്മിങ് പഠിപ്പിക്കാം, മ്യൂസിക് പഠിപ്പിക്കണോ മ്യൂസിക് പഠിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ എല്ലാ പാരന്റ്സിനും കൊടുക്കാൻ പറ്റും. ഇനി അത് ലോൺ എടുത്തിട്ടാണെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. ഇമ്മെറ്റീരിയൽ ആയ ഒരു സാധനത്തെ പറ്റി ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ട ഒരു എനർജി ബേസ് ചെയ്തുള്ള, ഊർജത്തിനെ ഒരു ബേസ് ചെയ്തുള്ള സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോഴും അതാ ഞാൻ പറഞ്ഞത് ആദ്യം ഫസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ സാധനമാണ്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നല്ല പാരന്റ് ഉണ്ട്, നല്ല പാരന്റ്സ് ഉണ്ട്, നല്ല ക്ലാസ്സുകളുണ്ട്, നല്ല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്കോ മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ നിന്നുള്ള ചേഞ്ച്. നമ്മളിലേക്കുള്ള ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ, എന്തൊക്കെയോ എനിക്ക് ദേഷ്യം വരണ്ട എന്ന് തീരുമാനിച്ചാലും എനിക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ എന്റെ കൺട്രോളിലല്ല എന്റെ ഇമോഷൻസ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനോടൊക്കെയോ ഞാൻ അറ്റാച്ച്ഡ് ആണ്, എന്റെ പ്രയോറിറ്റി എന്തിനൊക്കെയോ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് എപ്പോഴൊക്കെയോ എന്റെ ഇമോഷൻസ്, കാരണം നമ്മളൊരു മനുഷ്യനായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല മനുഷ്യനായിട്ടിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവും, ഒരു കുട്ടിയായിട്ടിരിക്കുകയാണ് നല്ല കുട്ടിയായിട്ടിരിക്കുന്ന സമയം നമുക്കുണ്ടാവും. എപ്പോഴൊക്കെയോ ഇതൊന്നും അല്ലാത്തൊരവസ്ഥ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹീലിംഗ് നടന്നിട്ടില്ല, എവിടേക്കോ നമ്മുടെ ട്രോമകളുണ്ട്. കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ചില കുട്ടികളൊക്കെ നമ്മൾ പറയും ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ എന്ന് പറയുന്ന ചില കേസുകളൊക്കെ ഉണ്ട്. അതായത് കുട്ടികളെ നമ്മൾ കളിയാക്കും, ചില ആളുകളൊക്കെ കൂടി ചേരുന്ന നമ്മൾ കളിയാക്കും, എന്ത് നിന്നെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്, കൂട്ടത്തിലുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മീൻ വിൽക്കാൻ വന്ന ആളടുത്ത് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിയാക്കുന്ന സമയത്ത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം 1-2 ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ ചിരിക്കും, കാരണം കൂടെ ഉള്ളവരും ചിരിക്കുമ്പോൾ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ചിരി. കുട്ടികൾക്ക് അത് ഇമോഷണൽ ആയിട്ട് മനസ്സിലായിട്ടില്ല, ബട്ട് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ആ ഒരു എനർജി കയറി പോയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ പിന്നെ പ്രോസസ് ചെയ്യുക എന്തൊരു പൊട്ടനായി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 4 വട്ടം പറയുമ്പോഴേക്കും 5ാമത്തെ വട്ടം കുട്ടി തന്നെ ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനൊരു പൊട്ടനാണെന്നത്. കാരണം ഇങ്ങനെയാണ് ആ കുട്ടിയിലേക്ക് ഈ സാധനം ട്രാൻസ്ഫർ ആവുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ആവുന്ന നമ്മളിലേക്ക്, നമ്മളും കുട്ടിയായപ്പോൾ നമ്മളിലേക്ക് ഇതേപോലെ ട്രാൻസ്ഫർ ആയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് കുട്ടിക്ക് ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വരും. ഞാൻ ഇവിടെ ചേർന്നതല്ല, ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാൻ എന്തോ ശരിയാണ്, എന്റെ നിറം ഇച്ചിരി കമ്മിയുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല നിറമുണ്ട്, അപ്പൊ ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലേ, ഇനി ആരെങ്കിലും കൊണ്ടുവന്നാണോ. ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം ഉണ്ടാവും. മെല്ലെ മെല്ലെ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന ഇൻഫീരിയോറിറ്റി ഈഗോ ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്യാം. നമുക്ക് എവിടെ പോകുമ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, എവിടെ പോകുമ്പോഴും നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, കാരണം എല്ലാവരും എല്ലാവരും കളിയാക്കുമോ. ഒരു സ്റ്റേജിൽ കയറിയിരിക്കുമ്പോഴേക്കും എനിക്ക് പേടിയാ,
മറ്റുള്ളവരെന്താ വിചാരിക്കുക, ഓലെന്താ കരുതുന്നുണ്ടാവുക, ഓലിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവോ, ടീച്ചർമാർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിഞ്ഞാലും പറയില്ല. കാരണം എന്താ, തെറ്റിപ്പോയവർ എല്ലാവരും കൂടി ചിരിച്ചാലോ. കാരണം ചിരി എന്ന് പറയുന്ന സാധനം കുറെ കാലങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, കുറെ കാലങ്ങളായിട്ട്. കാരണം ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ, ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരാളല്ല എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ തന്നെ ചില സമയത്ത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്ന പല ട്രോമകളും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികളിലോട്ട് നമ്മളൊരു പാരന്റ് ആയി മാറുമ്പോൾ ഇതൊക്കെ നമ്മളിലുള്ള രണ്ട് സാധനം, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിൽ ഉണ്ടാകുന്ന ട്രോമകളും വരും, കൂടെ നമുക്ക് അച്ഛനമ്മ തന്ന നമ്മുടെ പാരന്റിങ്ങും വരും. എല്ലാം കൂടെ മിക്സ്ഡ് ഒരു അവയിൽ കഷ്ണത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ ഈ മോഡേണൈസ് ആയതുകൊണ്ട് തന്നെ കുറെ ഈ പറയുന്ന കാര്യങ്ങൾ അറിവുകൾ കിട്ടിയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു സൈഡിലുണ്ട്, ഇങ്ങനത്തെ കുറെ ട്രോമകൾ ഒരു സൈഡിലുണ്ട്, പഴയ ടൈപ്പ് ഓഫ് പാരന്റിങ് ഒരു സൈഡിലുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് തെറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ കുട്ടികൾ നമുക്ക് ദേഷ്യം വരുന്നത്, ചീത്ത പറയുന്നത്. ചിലപ്പോൾ ആ കുട്ടി വേറൊരു കുട്ടി ചുമ്മാ എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല. ആ കുട്ടി വേറൊരു കുട്ടി ആ കുസൃതി കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യൂട്ട്നെസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ കുട്ടി ഇത് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നതിന്റെ കാരണം എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതൊരു ഭാഗം. രണ്ടാമത്തത് ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില ട്രോമകൾ, അത് നമുക്ക് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ആരൊക്കെയും നമ്മളൊരു ഇതേപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആരൊക്കെയും നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളെ കുട്ടികൾ നമ്മൾ ഇൻസെക്യൂർ ആക്കാനും ലിമിറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ. അപ്പൊ ആ ഒരു സംഭവം നമ്മളിലുള്ള ഇൻസെക്യൂരിറ്റി ആണ് കാണിക്കുന്നത്, നമ്മളിലുള്ള സെൽഫ് ലിമിറ്റേഷൻ ആണ് കാണിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ക്രിറ്റിസിസം ആണ് കാണിക്കുന്നത്. അപ്പൊ ആ സെൽഫ് ഡൗട്ടും ഈ സംഭവത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു പൂർണ്ണമായ ഒരു മൈൻഡ്, ഒരു വിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ആ വിസ്റ്റത്തിൽ നിന്നാണ് കുട്ടികളിലേക്ക് അത് ട്രാൻസ്ഫർ ആവുന്നത്. താങ്ക് യു സർ. ഓക്കെ, സോ ഹലോ സർ, ഇന്നത്തെ സെഷന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് നമുക്ക് അവൈലബിൾ ആണോ? കാരണം ഞാൻ ഇപ്പോഴാണ് 9 മണി 8 to 9 മറ്റൊരു ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ലീവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലിങ്ക് കണ്ടതും ഇത് ജോയിൻ എനിക്ക് തോന്നുന്നു ചെയ്തത്. യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ കിട്ടും അല്ലേ? അപ്പൊ ഞാൻ Q&A സെഷനിലാണ് വന്നത്. അപ്പൊ തന്നെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. നല്ലൊരു സെഷൻ ആയിരുന്നു, എനിക്ക് മിസ്സായല്ലോ എന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചത്. സാർ വളരെ നന്നായിട്ട് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നു. നല്ല തീർച്ചയായിട്ടും. താങ്ക്സ്. യൂട്യൂബിൽ നമ്മൾ ഏത് ലിങ്കിൽ എങ്ങനെയാ നമുക്ക് യൂട്യൂബിൽ നിന്ന് അത് സെഷൻ ലിങ്ക് ഈ വിംബിൾ അക്കാഡമി തന്നെ ഉണ്ടാവും, അവരുടെ പേജിൽ ഉണ്ടാവും. ഓക്കെ ചിലപ്പോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആണോ? ഓക്കെ, ഗ്രൂപ്പിൽ തന്നെ വരും, അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ തന്നെ ഇടും. അതെയോ? ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സംശയങ്ങളൊക്കെ ഇനിയും ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അതിന്റെ പേട്ടാ എല്ലാവർക്കും ഇതുവരെ നിന്ന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം.